പ്രത്യുൽപാദന പ്രക്രിയകൾ നടക്കേണ്ട ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൃക്കയടക്കമുള്ള ഭാഗങ്ങൾ കുടുസായി അവയ്ക്ക് അതിന്റെ പ്രവർത്തനക്ഷമത നശിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അതിനകത്തേക്ക് ഏറ്റവും റേഡിയേഷനുള്ള ഒരു മൊബൈൽ കൂടി നമ്മളെ മൊബൈലും കൂടി അങ്ങ് കയറ്റി വെച്ചാൽ പിന്നെ ആ ഭാഗം ഒക്കെ പൂർണ്ണമായും നശിക്കുകയാണ്. ഇതിന്റെ ഫലമായി നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന തലമുറയിൽ നിർബന്ധപൂർവ്വം മനസ്സിലാക്കുക, വന്ധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബുദ്ധിയുള്ള രക്ഷിതാക്കളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കുട്ടി ഒരു 20 വയസ്സ് പ്രായമായതിനു ശേഷം 30 വയസ്സ് പ്രായമായതിനു ശേഷം ഒരു കുഞ്ഞില്ലാൻ വേണ്ടി കൊതിക്കുമ്പോ അപ്പൊ പള്ളിയിലെ ഉസ്താദുമാര് മാത്രം കരുതിയതുകൊണ്ട് കുട്ടികൾ ഉണ്ടാവണമെന്നില്ല. നിങ്ങളാണ് നേരത്തെ ആലോചിക്കേണ്ടത്. എന്റെ കുട്ടിയെ രോഗിയാക്കി മാറ്റുന്ന ഒരു വസ്ത്രധാരണം ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എന്റെ ചെറുപ്പക്കാരെത്തിച്ചേരണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ ടൈറ്റ് ഫിറ്റ് പാൻസിനകത്ത് ഫിറ്റായ ഷെഡ്ഡി, അതിനകത്തുനിന്ന് കുഞ്ഞാപ്പൂനെടുത്തിട്ട് വേണം നമുക്ക് മൂത്രമൊഴിക്കാൻ. മൂത്രമൊഴിച്ച് മനോഹരമൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ എണീക്കുമ്പോഴാണ് ആ ഫിറ്റായ പാൻസിനകത്തിരിക്കുന്ന ജനനേന്ദ്രിയത്തിന്റെ അകത്ത് നിന്ന് മെല്ലെ ഒരു തുള്ളി മൂത്രം ഇങ്ങനെ വരിക. അത് നേരെ വന്ന് നിൽക്കുന്ന ഷെഡ്ഡിയിലാണ്. ആ മൂത്രക്കണമുള്ള ഷെഡ്ഡിയുമായി പള്ളിയിൽ കയറുന്നത് ഹറാമാണ്. പിന്നിലെ നിസ്കരിക്കുന്നത് വളരെ ഗൗരവമാണത്. അതുപോലെ ടൈറ്റ് പിറ്റ് പാൻസ് ധരിക്കുന്ന കൂട്ടുകാർ 90% നിന്ന് മൂത്രമൊഴിക്കുന്നവരാണ്. നിന്ന് മൂത്രമൊഴിക്കുന്നതിന്റെ മതപരമായ വിധിയേക്കാൾ ഏറെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരു ചെറിയ പരീക്ഷണം നടത്തൂ. നിങ്ങൾ ഒരു വെള്ള തുണി എടുക്കുക. ആ വെള്ള തുണി എടുത്തിട്ട് നിന്ന് മൂത്രമൊഴിക്കുമ്പോ എത്ര ഉയരത്തിൽ നിന്നാണോ നമ്മൾ വെള്ളം ഒഴിക്കാറുള്ളത് അത്രയും ഉയരത്തിൽ വെള്ളം ഒഴിക്കുമ്പോ ഈ വെള്ളത്തുണിയുടെ അടിഭാഗത്ത് കുറെ നനഞ്ഞ പുള്ളികൾ കാണാം. എന്താണ് തെളിയിക്കുന്നത്? ഇത്രയും മൂത്രം നിങ്ങളെ പാൻസിലേക്കും വരാറുണ്ട്. പക്ഷേ ആ പാൻസിലേക്ക് വരുന്ന മൂത്രം കാണാത്ത രൂപത്തിലുള്ള നിറത്തിലുള്ള പാൻസാണ് നിങ്ങൾ ധരിക്കാറുള്ളത്. അതുകൊണ്ട് അത്രയും മൂത്രങ്ങൾ പാൻസിൽ വെച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് നിങ്ങൾ കയറി വരുന്നത്. ഇത് അപകടകരമല്ലേ കൂട്ടുകാരെ? എല്ലാവർക്കും അറിയുന്നതല്ലേ അനുജന്മാരെ? നിങ്ങൾക്ക് ഭൂമി ലോകത്ത് വന്ധ്യതയുണ്ടാക്കി നിങ്ങളെ രോഗികളാക്കി മാറ്റുന്ന, മരണാനന്തര ലോകത്ത് ഖബറിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് കളമൊരുക്കുന്ന ഈ പാൻസ് ആർക്കോ വേണ്ടി നിർബന്ധപൂർവ്വം ധരിക്കേണ്ട ഗതികേടിലല്ലേ മലയാളികളുള്ളത്? നമ്മൾ സ്വയം സജ്ജരാവണം. ഒരു പ്രതിരോധത്തിന് ധൈര്യം കാണിക്കണം. എനിക്ക് രോഗം നൽകുന്ന വസ്ത്രം ഞാൻ ധരിക്കില്ല. എനിക്ക് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു വസ്ത്രം ആരടിച്ചേൽപ്പിച്ചാലും ഞാൻ ധരിക്കാൻ ഒരുക്കമല്ല. എന്റെ മഹ്ശറയെ തകർക്കുന്ന, മരണാനന്തര ലോകത്ത് എനിക്ക് രോഗങ്ങൾ ഉണ്ടാക്കി തരുന്ന വസ്ത്രം ഞാൻ ധരിക്കില്ല എന്നു പറയാനുള്ള ആർജവം ഈ രാജ്യത്തിലെ മനുഷ്യ മക്കളിൽ നിന്ന് രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ഈത്തപ്പന മട്ടലിന്റെ കട്ടങ്ങൾ 2 ഖബറിന്റെ മുകളിൽ വെച്ചിട്ട് പറഞ്ഞ എന്താണ്? ഈ ഈത്തപ്പന മട്ടലുകൾ പച്ചയായി നിൽക്കുന്നോളം കാലം ഈ ഈത്തപ്പന മട്ടലുകൾ തസ്ബീഹ് ചെല്ലുകയാണ്. ആ തസ്ബീഹ് ഖബറിന്റെ ചാരത്ത് വെച്ചാവുമ്പോ ആ ഖബറാളിക്ക് ആ തസ്ബീഹിന്റെ പ്രതിഫലം വഴി ഖബർ ശിക്ഷ ലഘൂകരിക്കപ്പെടുമെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി. എങ്ങനെ? പച്ച ഈത്തപ്പന മട്ടലിൽ പച്ച ഹരിതകം, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തു മനുഷ്യർക്ക് ആവശ്യമായ ഓക്സിജൻ പുറത്തേക്ക് നൽകുന്ന കാലത്തോളം ഈ ഈത്തപ്പന മട്ടലുകൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അത് ഖബറിന്റെ ചാരത്ത് വെച്ചായതുകൊണ്ട് ഖബറാളിക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുകയും ശിക്ഷ ലഘൂകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി. ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, കേവലം ഒരു പച്ച ഈത്തപ്പന മട്ടൽ ഖബറിന്റെ ചാരത്ത് വെച്ച് ചൊല്ലുന്ന ദിക്റിന്റെ സ്വലാത്തിന്റെ തസ്ബീഹിന്റെ പ്രതിഫലം ഖബറാളിക്ക് ലഭിക്കുമെങ്കിൽ വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് റബ്ബ് ിരിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ കലാമാകുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ദിക്റാകുന്ന ഖൈറുൽ കലാമി കലാമുള്ളയാകുന്ന പരിശുദ്ധ ഖുർആൻ ആ ഖബറിന്റെ ചാരത്ത് വെച്ച് ഓതിയാൽ ഒരു പച്ച ഈത്തപ്പന മട്ടലിന്റെ തസ്ബീഹ് ലഭിക്കുമെന്ന് പറയുന്ന ഖബറാളിക്ക് ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ഓതിയാൽ ആ
പരാളിക്ക് ലഭിക്കുമെന്ന് ചിന്തിക്കാൻ ഐസക് ന്യൂട്ടന്റെ തലച്ചോറ് ആവശ്യമുണ്ടോ? പക്ഷേ ബുദ്ധിയില്ലാത്തൊരു സമുദായത്തിന് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങൾക്കിടയിൽ ഒരു കുഴപ്പമുണ്ടാക്കണം, പാവം മുസ്ലിങ്ങൾ കബറിൽ കിടക്കുമ്പോ വല്ലതും കിട്ടുന്നത് മുടക്കിക്കളയണമെന്ന ഒരു ദുരാഗ്രഹമുള്ളത് കൊണ്ട് ബോധപൂർവം അതിനെ തടഞ്ഞു നിർത്തുന്നു. അല്ലാഹു അവർക്കും നല്ല മനസ്സു നൽകുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തിയത് കാർഷിക മേഖലയ്ക്ക് ഇസ്ലാം നൽകുന്ന പ്രോത്സാഹനം നോക്കൂ നിങ്ങൾ. എത്രമാത്രം മറ്റിലാശം ഞാൻ പറയട്ടെ. വരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന അലി, വരല്ലോ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരിക, കയ്യിലൊരു 6 7 8 കാരക്ക, ഏതാനും കാരക്ക. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു, നബിയെ ഞാനൊരു യഹൂദിക്ക് വേണ്ടി ജോലി ചെയ്യായിരുന്നു രാവിലെ മുതൽ ഇതുവരെ, ഇത്രയും പണിയെടുത്തിട്ട് അയാൾ ആകെ തന്ന കൂലി ഈ 6 7 കാരക്കയാണ് ഹബീബ്. വിഷമത്തോടെ പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചോദ്യം, ഓ അലി, നിങ്ങൾ എന്തിനാ എന്നും ഇങ്ങനെ IMFന്റെ ADBയുടെ മുന്നിൽ കൈകാണിച്ചു നിൽക്കുന്ന 3ാം ലോക രാജ്യമായി മാറുന്നു? അങ്ങോട്ട് കടം കൊടുക്കുന്ന 1ാം ലോക രാജ്യമായി നിങ്ങൾക്ക് വളർന്നുകൂടെ? ഹബീബ് ഉപയോഗിച്ച ഭാഷ മറ്റൊന്നാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഇത് പറയുമ്പോ അരിങ്ങനെ മുഖത്തേക്ക് നോക്കി, നിങ്ങൾ എന്തിനാ എന്നും ഇങ്ങനെ ജോലിക്കാരനാകുന്നത്? അങ്ങോട്ട് കടം കൊടുക്കാൻ കഴിയുന്ന മുതലാളിയായി കൂടെ എന്നാ ഹബീബിന്റെ ചോദ്യം. അരിങ്ങനെ മുഖത്തേക്ക് നോക്കുക. കഴിക്കാൻ ഭക്ഷണമില്ലാഞ്ഞിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ 6 കാരക്കെങ്കിലും കിട്ടട്ടെ കുട്ടികൾക്ക് കൊടുക്കാലോ എന്ന് കരുതി പോയത്. എന്നോടായി ഇപ്പൊ ഈ പറയുന്നത് അങ്ങോട്ട് കടം കൊടുക്കാൻ പറ്റിയ മുതലാളിയായി കൂടെയെന്ന്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കുമ്പോ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലി, നമ്മളെ ആ വിശാലമായ കൃഷിഭൂമിയില്ലേ, ആ വരണ്ട് കിടക്കുന്ന കൃഷിഭൂമി, അവിടെ വരൂ നീ നാളെ രാവിലെ. ആയുധമുണ്ടായിരിക്കണം, വിത്തുമുണ്ടായിരിക്കണം, ഞാൻ അവിടെ വരാം. രാവിലെ അലി റളിയല്ലാഹു അൻഹു വരുമ്പോ കാത്തിരിക്കുന്നു ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തിന്? അവിടെ ഇറങ്ങി കളച്ചുവാരി ഇവിടെ കൊത്തിക്കുവാരി എന്ന് പറയാനല്ല. എല്ലാ ഉസ്താദുമാരുടെയും ഉസ്താദ്, എല്ലാ കാളിമാരുടെയും കാളി, എല്ലാ മുദരിസന്മാരുടെയും മുദരിസ്, എല്ലാ ഔലിയാക്കളുടെയും നേതാവ്, മുഴുവൻ അംബിയാക്കളുടെയും നേതാവ്, മുർസലുകളുടെ നേതാവ്, ഉലുൽ അസ്മിന്റെ നേതാവ്, അഷ്റഫുൽ വുജൂദ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. 240 കൊച്ചുരാട്ടങ്ങളുടെ ചക്രവർത്തി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ കാത്തിരിക്കുന്നത് എന്തിനാ? വയലിറങ്ങി അധ്വാനിക്കാൻ, വയലിറങ്ങി പണിയെടുക്കാൻ. അല്ലാഹുവിന്റെ ഹബീബ് ഇറങ്ങിയിട്ട് കൃഷി ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അവിടെ പള്ളിയിൽ ഉസ്താദുണ്ടോ എനിക്കറിയില്ല. നമ്മള് പള്ളിയിൽ ഉസ്താദെങ്ങാനും പള്ളിയുടെ മുറ്റത്ത് ഒരു വായ മെല്ലെ നട്ടുപിടിപ്പിച്ചാൽ, ഒരു തെങ്ങും തൈ വെച്ച് പിടിപ്പിച്ചാൽ, ഒരു കൃഷി എങ്ങാനും അപ്പുറത്തോ ഇപ്പുറത്തോ തുടങ്ങിയാൽ അത് സ്റ്റാറ്റസിന്റെ മോശമാണ് എന്ന് നമ്മളൊരു ഇല്ലാത്ത മുറുമ്പത്ത് എവിടുന്നോ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അല്ലാഹുവിന്റെ ഹബീബിനില്ലാത്തൊരു മുറുമ്പത്ത് എവിടുന്നാ നമുക്ക് വരുന്നത്? ഒരു ഇസ്ലാമിക സംസ്കാരത്തിന് എവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഇടയ്ക്കത്? ഞാൻ ഓർമ്മപ്പെടുന്നത് എന്റെ കൂട്ടുകാരെ, കാർഷിക മേഖലയ്ക്ക് ഇസ്ലാം നൽകിയ പ്രോത്സാഹനത്തിന്റെ വലിപ്പത്രയാണ്. മഞ്ചേരിയിലെ MP ഒരു തവണ നമ്മുടെ ഒരു പ്രസംഗം കേട്ടപ്പോ അയാള് ആവേശത്തോട് ചോദിച്ചു, ഈ ഹദീസുകളൊക്കെ ഉണ്ടായിട്ട് എന്താ ഉസ്താദുമാരൊന്നും പറയാത്തത്? എന്തേ ഹദീസ്? ഒരു തവണ ഒരു ചെറുപ്പക്കാരൻ എന്റെ പ്രസംഗം കേട്ടിട്ട് ഇവിടെയുള്ളൊരു കൂട്ടുകാരൻ നേരെ രാവിലെ നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ കരുതിയത് പള്ളിയിൽ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ട് ഇരിക്കലാണ് ഇബാദത്ത് എന്ന. കൃഷി ചെയ്യൽ ഇബാദത്താണെങ്കിൽ, തെങ്ങും തൈ വെക്കൽ ഇബാദത്താണെങ്കിൽ, കവുങ്ങ് വെക്കൽ ഇബാദത്താണെങ്കിൽ, വാഴക്കൃഷി ഇബാദത്താണെങ്കിൽ, വെണ്ട വെച്ച് പിടിപ്പിക്കൽ ഇബാദത്താണെങ്കിൽ ഞാൻ ആ ഇബാദത്ത് ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് ബഹുമാനപ്പെട്ട ഒരു സുഹൃത്ത് ഇറങ്ങുക. നേരെ അങ്ങ് ഇറങ്ങി അയാൾ കൃഷി ചെയ്യാനിങ്ങനെ നിൽക്കുമ്പോഴാണ് നെറ്റ്യൂട്ടനും വ്യാഴവും ശനിയൊക്കെ ഗുരുത്വാകർഷണ ശക്തി നഷ്ടപ്പെട്ട് ആകെ തകിടുമറിഞ്ഞ് നേരെ ഭൂമിയിലേക്ക് വരുന്ന ഖിയാമത്ത് സംഭവിക്കാൻ പോവുക. ഇയാൾ എന്താ ആലോചിക്കേണ്ടത്? ആ നെറ്റ്യൂട്ടൻ വന്ന് എന്റെ തലയിൽ വീഴുന്നതിന് മുമ്പ് ഈ തെങ്ങും തൈ ഇവിടെ വെച്ചുപിടിപ്പിക്കാൻ സാധിക്കുമോ? എങ്കിൽ അത് വെച്ചുപിടിപ്പിക്കണമെന്ന് ഇസ്ലാം. ഇതിലപ്പുറം എന്താ പറയേണ്ടത്? അതുകൊണ്ടല്ലേ മഹദിൽ നമ്മുടെ എൻകൗമിയം നടക്കുമ്പോൾ 12,000 വിത്ത് വിതരണം നടത്തിയിട്ടാണ് എൻകൗമിയം നടത്തുന്നത്. അല്ലാഹു അത് വിജയിപ്പിക്കുമാറാവട്ടെ. ഞാൻ എന്റെ കൂട്ടുകാരോട് നമ്മൾ പ്രസംഗിക്കലല്ല, പ്രവർത്തിക്കലുണ്ട്. അതാണല്ലോ SYSന്റെ നമ്മുടെയും പ്രത്യേകത.
നമ്മുടെ പ്രത്യേകത എന്താ? പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്രവർത്തിച്ച് കാണിച്ചു തരും. നിങ്ങൾ എ പി ഉസ്താദിനെ ശ്രദ്ധിച്ചു നോക്കും. നിങ്ങൾ എ പി ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആരാ? അടുത്ത് എന്നെക്കാളേറെ പരിചയപ്പെടാൻ അവസരം ഉണ്ടായിരിക്കും. എ പി ഉസ്താദ് പ്രസംഗിക്കുന്നതിന് മുമ്പ് പ്രവർത്തിക്കും. ഏത് ഭൗതിക വിഷയം ചോദിച്ചാലും ഉസ്താദിന് മറുപടിയാണ്. ഏത് മതവിഷയം ചോദിച്ചാലും ഉസ്താദിന് മറുപടിയാണ്. ലോകത്തിന്റെ മുഴുവൻ രാഷ്ട്രങ്ങളിലും ഉസ്താദ് അധികൃതനാണ്. എന്തേ കാരണം? അത് പള്ളിയുടെ മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു പഴയ സംസ്കാരമല്ല. ഒരു യഥാർത്ഥ പണ്ഡിതനുണ്ടാകേണ്ട സകല ഗുണങ്ങളും ജീവിതത്തിൽ പകർത്താൻ ഉസ്താദിന് സാധിച്ചു. എത്രമാത്രം നിങ്ങൾക്കറിയോ? ജോർദാൻ രാജാവ് ഈ കേരളത്തിലേക്ക് ഒരു രാജകീയ മുദ്ര വെച്ചുകൊണ്ട് ഒരു അഭിനന്ദന കുറിപ്പ് അയച്ചു. ജോർദാൻ രാജാവ് എന്തിനാണ് അഭിനന്ദന കുറിപ്പ് അയക്കുന്നത്? ലോക രാഷ്ട്രങ്ങളിൽ ഒരു വലിയ അപകടകരമായ മുദ്രാവാക്യം ഉയർന്നിരുന്നു. ആ മുദ്രാവാക്യം ഉയർത്തിയിരുന്നത് ക്രൈസ്തവ ലോകത്തിന്റെ കാണപ്പെട്ട ദൈവമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹം തെറ്റിദ്ധരിച്ചു പറഞ്ഞതുകൊണ്ട്, അദ്ദേഹം അത് തിരുത്തിയിട്ടത് കൊണ്ട് നമുക്ക് അവരോട് വിഷമമില്ല. ജോൺ പോൾ മാർപ്പാപ്പ, കാണപ്പെട്ട ദൈവമായി ക്രൈസ്തവ ലോകം കാണുന്ന ജോൺ പോൾ മാർപ്പാപ്പ ലോക സമൂഹത്തെ വിളിച്ചുകൊണ്ട് മുഴുവൻ മുസ്ലിങ്ങളും ഭീകരവാദികളാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഒരു പ്രസ്താവന നടത്തിയപ്പോ ലോക ഇസ്ലാമിക സമൂഹത്തിന് നഷ്ടപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യം, ആ ഐക്യം ശിഥിലീകരിക്കപ്പെട്ട രാഷ്ട്രങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് 70 രാഷ്ട്രങ്ങളിലെ ലോക പ്രശസ്ത പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്നു. ചില്ലറക്കാരല്ല. സൗദി രാജാവ് ഭരണമേറ്റെടുക്കുമ്പോ വീട്ടിലേക്ക് പോയി ബൈഅത്ത് സ്വീകരിച്ചൊരു പണ്ഡിതൻ അക്കൂട്ടത്തിലുണ്ട്. അത്തരം ലോക അംഗീകൃതരായ 70 പണ്ഡിതന്മാർ കൂടിയിരുന്നു ശക്തമായി ചർച്ച ചെയ്ത് വളരെ ഗൗരവം ജോൺ പോൾ മാർപ്പാപ്പയോട് ശക്തമായ രൂപത്തിൽ പ്രതിഷേധം അറിയിച്ചപ്പോ തെറ്റിദ്ധാരണാജനകമായി വന്നുപോയ ഈ വാദത്തെ അദ്ദേഹം സ്വയം തിരുത്തുന്ന അവസ്ഥയുണ്ടായപ്പോ ലോക ഇസ്ലാമിക സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന ലോക ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് ക്രിയാത്മകമായി പ്രവർത്തിക്കുക മാത്രമല്ല അത് വിജയിപ്പിച്ചെടുക്കുക കൂടി ചെയ്തതിന്റെ ഫലമായി ലോക രാഷ്ട്ര നായകന്മാർക്ക് വേണ്ടി ജോർദാൻ രാജാവ് ഒരു മലയാളി പണ്ഡിതനെ അഭിനന്ദിക്കാൻ വേണ്ടി ജോർദാനിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രത്തിന്റെ അംഗീകൃത സമ്മേളനത്തിൽ വെച്ച് കാന്തപുരം ഉസ്താദിനെ അഭിനന്ദിക്കുകയുണ്ടായി. ഞാൻ പറയുന്നത് നമ്മൾ പ്രസംഗിച്ചു നിർത്തുന്നവരല്ല. ഇടപെടേണ്ടടുത്ത് ഇടപെടാൻ കെൽപ്പുള്ളൊരു നേതൃത്വമാണ് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെയുള്ളത്. നിങ്ങൾക്കറിയുമോ, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം കാന്തപുരം ഉസ്താദിനെ വിമർശിക്കുന്ന വിഷയത്തിൽ സ്വാഭാവികമായും 1ാം സ്ഥാനത്താണ്. കാരണം നമ്മൾ ഭീകരവിരുദ്ധ കാഴ്ചപ്പാടുള്ളവരാണ്. പോരാട്ടം മാത്രമല്ല, ബാധ്യത നിർവഹണം കൂടി മനുഷ്യനുണ്ട് എന്ന് പഠിപ്പിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മോട് വിരോധം ഉണ്ടാവും. ആ വിരോധത്തിന് നമുക്ക് വിമർശിക്കേണ്ട കാര്യമില്ല, നമ്മൾ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല, അത് സ്വാഭാവികമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, അങ്ങനെ വിമർശിക്കുന്നതിന്റെ ഭാഗമായി കാന്തപുരം ഉസ്താദിന് ഒരു കാർട്ടൂണിസ്റ്റ് കൊണ്ട് ചിത്രം വരപ്പിച്ച് ഉസ്താദിനെ വിമർശിക്കാൻ വേണ്ടി എഴുതിയ ഒരു ലേഖനത്തിന്റെ സമാപനത്തിൽ എഴുതി വെച്ചത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാറി മാറി വരുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്ന് സ്ഥിരമായി ഫോൺ കോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാണ് കാന്തപുരം എന്ന. ആലോചിച്ചോളൂ, ഒരു മുസ്ലിയാരെ, ഒരു ബാക്കിയാത്ത് സ്വാലിഹാത്ത് നിന്ന് ബിരുദെടുത്തൊരു മുസ്ലിയാരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാര് സ്ഥിരമായി ഫോൺ ചെയ്തുകൊണ്ട് ബന്ധപ്പെടുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നുവെന്ന് ശത്രുക്കൾ പറയുന്ന ഒരവസ്ഥ. എന്തായിരിക്കും ഇതിന്റെ കാരണം? അതിനൊരു അടിസ്ഥാനപരമായ കാരണമുണ്ട്. ലോകരാഷ്ട്രങ്ങളിൽ എല്ലാ വർഷവും അന്താരാഷ്ട്ര ഇസ്ലാമിക ഉച്ചകോടികൾ നടക്കാറുണ്ട്. 150 രാഷ്ട്രങ്ങളിൽ നിന്ന് 500 ഔദ്യോഗിക ഗവൺമെന്റിന്റെ മന്ത്രിമാരും മുഫ്തിമാരുമാണ് ഇതിൽ വരാറുള്ളത്. അതിൽ വെച്ച് സ്വാഭാവികമായും ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ പ്രതിനിധികൾ എപ്പോഴും കാണിക്കുന്നത് പോലെ ഇന്ത്യക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കും. ഇന്ത്യയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. അത് പാകിസ്ഥാന്റെ സ്ഥിരം സ്വഭാവമാണ്. അത് ക്രിക്കറ്റ് ആയിരുന്നാലും സിനിമയായിരുന്നാലും എവിടെയായാലും വ്യത്യാസമല്ല. ഇന്ത്യക്കെതിരെ 4 അക്ഷരം പറഞ്ഞാലേ പാകിസ്ഥാനി ആവൂ എന്ന ഒരു ധാരണയിലാണ് പാകിസ്ഥാനികളെ അമേരിക്കക്കാരൻ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായി അന്താരാഷ്ട്ര ഇസ്ലാമിക ഉച്ചകോടിയിൽ
ഈ പാകിസ്ഥാന്റെ വിദണ്ഡവാദങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി ഇന്ത്യയുടെ ഇസ്സത്തും അഭിമാനവും ഉറക്കെ പ്രഖ്യാപിക്കാൻ ഒരു അന്താരാഷ്ട്ര ഇസ്ലാമിക ഉച്ചകോടിയിൽ വേണം. അതിന് സ്ഥിരമായി ഇന്ത്യയിൽ നിന്ന് അന്താരാഷ്ട്ര ഇസ്ലാമിക ഉച്ചകോടിയിൽ ക്ഷണിക്കപ്പെടുന്ന ഒരേ ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഞാൻ പറയുന്നത് അതിനൊരു കാരണമുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ പോവാം. എന്താ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവില്ല, എന്താ എത്ര ആലിമീങ്ങളുണ്ട്, അവരാരും വിളിക്കാതെ ഇയാളെ മാത്രം എന്താ ഇങ്ങനെ അന്താരാഷ്ട്ര ഇസ്ലാമിക ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കാനെന്നൊരു ധാരണ ഉണ്ടല്ലോ. ഒരു തവണ കാന്തപുരം ഉസ്താദ് ഉള്ള ഒരു അന്താരാഷ്ട്ര ഇസ്ലാമിക ഉച്ചകോടിയിൽ ഒരു ചർച്ച വന്നു. എന്താ ചർച്ച? അബസ വതവല്ലാ അൻജാഹുൽ അഅ്മാ. ഈ ആയത്തിനെ കുറിച്ച് ചർച്ച വരുന്ന എന്താ? ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ എന്നാ ചർച്ച. ആരാ അധ്യക്ഷം വഹിക്കുന്നത്? ലോക പ്രശസ്ത യൂണിവേഴ്സിറ്റിയായ അൽഅസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഷെയ്ഖ് ജാദുൽ ഹക്ക്. അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്ത് നൽകുമാറാവട്ടെ. വലിയ പണ്ഡിതനാണ്, ഒരുപാട് കിതാബ് രചിച്ച മഹാനാണ്. ആ സദസ്സിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോ മറുപടി നൽകാൻ ഷെയ്ഖ് ജാദുൽ ഹക്കിന് പോലും സാധിച്ചില്ല. കാരണം ചോദിക്കുന്നത് ചില്ലറക്കാരല്ല, വലിയ വലിയ മുഫ്തിമാരാണ്, ലോകരാഷ്ട്രങ്ങളുടെ മുഫ്തിമാരാണ്. നിരന്തരമായി ചോദ്യം വരുമ്പോ മറുപടി ലഭിക്കാതിരിക്കുമ്പോ സ്വാഭാവികമായും സദസ്സ് പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യത്തിൽ ആ സദസ്സിലേക്ക് കേവലം ഒരു വാക്കബി ബിരുദമുള്ള മുഫ്തിയല്ലാത്ത മന്ത്രിയല്ലാത്തൊരു മലയാളി പണ്ഡിതൻ കയറി വന്നു. അദ്ദേഹം 20 മിനിറ്റ് വിശദമായി എന്ന ആയത്തിനെ കുറിച്ച് വിശദീകരിച്ചു. ആ വിശദീകരിച്ചപ്പോ സദസ്സ് ശാന്തമായി. സദസ്സിന് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. ആരാ ചോദിക്കുന്നത്? ലോക ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന 150 രാഷ്ട്രങ്ങളുടെ 500ഓളം വരുന്ന ഔദ്യോഗിക പ്രതിനിധികൾ. കാന്തപുരം ഉസ്താദ് ഭംഗിയായി മറുപടി നൽകാണ്. മറുപടി നൽകാൻ ഒരു കാരണമുണ്ട്. KP ഉസ്താദിനെ ഒരു തവണ റിയാദിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഉസ്താദിനെ കൊണ്ടുപോയിട്ട് ചോദിച്ച അയിനല്ല വക്കം ഐദി വക്കം അർജുലു, അള്ളാഹു എവിടെയാണ്, അള്ളാഹിന്റെ കൈ എത്രയാണ്, കാലെത്രയാണെന്നൊക്കെ ചോദ്യം. നമ്മളെ പാറന്നൂർ ഉസ്താദ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പൊട്ടിക്കുന്ന ആളാണല്ലോ. പാറന്നൂർ ഉസ്താദ് പറഞ്ഞു, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും മർക്കസിന്റെ ഒരു കാലൊടിഞ്ഞ ബെഞ്ചിന്റെ ഒരു മൂലയിൽ പടച്ചോനെങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാൻ പോരുമ്പോ കാൽച്ചായ കൊടുത്തിട്ടേ ഉള്ളൂ, നാസ്ത കൊടുക്കുന്നത് ഞാൻ ചെന്നിട്ട് വേണം, അതുകൊണ്ട് ഞാൻ വേഗം പോവാണ്, സംശയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ പോന്നോളൂ എന്ന് പറയും. പിന്നെ വന്നാൽ നമ്മളല്ലേ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് പാറന്നൂർ ഉസ്താദ് പറഞ്ഞത്. അതേ സമയത്ത് KP ഉസ്താദ് അങ്ങനല്ല. ഉസ്താദ് പറഞ്ഞു അൽ ഐനു മക്കാനുൻ العين مكان المكان حادث الله قديم القديم لا يعرض على الحادث وهو محال. ബുദ്ധിപരമായി തോറിൻ കുബറൊക്കെ കൃത്യമായി വെച്ചിട്ട് അല്ലാഹു എന്ന് പറയുന്നത് ഏത് സ്ഥലത്താണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്? സ്ഥലമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ, ഒരു സൃഷ്ടിയിലേക്ക് സൃഷ്ടാവ് വരലെങ്ങനെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോ KP ഉസ്താദിന് മറുപടി നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ എവിടെന്നെങ്കിലും ഒരു പണ്ഡിതനെ തേടിപ്പിടിച്ച് ഉസ്താദുമായി സംവാദം നടത്താൻ വേണ്ടി തൽക്കാലം ഉസ്താദിനെ ഇരുട്ട് റൂമിലേക്ക് ജയിലറയിലേക്ക് കൊണ്ടുപോയി. കൂരിരുട്ടിലിരിക്കുന്ന ഉസ്താദിന് പക്ഷേ വെളിച്ചമുള്ളൊരു മനസ്സുണ്ടായിരുന്നു. പ്രകാശിക്കുന്ന ആ മനസ്സുകൊണ്ട് കൂരിരുട്ടിന്റെ റൂമിൽ നിന്ന് ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. ആ കിതാബ് ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഗൗരവമുള്ള ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട്. അതിലൊരു പരാമർശിത വിഷയമാണ് അബസ വതവല്ലാ അൻജാഹുൽ അഅ്മാ എന്ന ആയത്ത്. അതുകൊണ്ട് ഉസ്താദിന് ചോദ്യം വളരെ സിമ്പിളാണ്. ചോദ്യങ്ങളങ്ങ് വന്നപ്പോ ഉസ്താദ് ഭംഗിയായി മറുപടി നൽകിയപ്പോ ആ സദസ്സ് മുഴുവനും സമാധാനമായപ്പോ ആ സദസ്സിലെ 500ഓളം വരുന്ന ലോകരാഷ്ട്ര നായകന്മാര് അവരിലെ ഏറ്റവും ഉന്നത വ്യക്തിത്വമായി കാന്തപുരം ഉസ്താദിനെ തെരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, അടുത്ത വർഷത്തെ വിഷയാവതരാകനാക്കി എന്ന് മാത്രമല്ല, അന്ന് മുതൽ ഇന്ന് വരെ സ്ഥിരം അന്താരാഷ്ട്ര ഉച്ചകോടികളെ ക്ഷണിതാവായതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ജനാധിപത്യ മതേതര ഇന്ത്യയുടെ പവിത്ര ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടി ഒരു പ്രതിനിധി വേണമെന്ന ചിന്തയാണ് കാന്തപുരം ഉസ്താദിനെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാരുടെ ഓഫീസുകൾ പ്രസിഡന്റുമാർക്ക് ബന്ധപ്പെടാനുള്ള കാരണം. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കല്ല. ഞാൻ പറയുന്നത് ഇത് ഈ പണ്ഡിത സമൂഹത്തിന്റെ പ്രത്യേകത. അത് പ്രവർത്തിച്ചു കാണിക്കണം. ഇത് ഉസ്താദിന്റെ മാത്രം പ്രത്യേകതയല്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞല്ലോ, ഇൽമിന്റെ വിഷയത്തിൽ ഇമാം ഷാഫിയെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. അതേ ഇമാം ഷാഫി പട്ടാള തലവനാണ്, പട്ടാള മേധാവിയാണ്.
അത് പലപ്പോഴും നമ്മുടെ ആളുകൾക്കറിയില്ല. ഭരണകൂട ഭീകരതയ്ക്കെതിരെ പട നയിച്ചു, വിപ്ലവം നയിച്ചു എന്ന പേരിൽ സ്വന്തം രാജ്യത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലറയിൽ കൊണ്ടുപോയി അടക്കപ്പെട്ടു ഇമാം ഷാഫിയെ. അവിടെ ഒരു രസമുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇമാം ഷാഫി അടക്കപ്പെട്ടപ്പോ 800 പണ്ഡിതന്മാരെന്നും ജയിലിലേക്ക് വരും. എന്തിന്? ഞങ്ങളെ നേതാവിനെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്യാനല്ല, മറിച്ച് ആ ഇമാം ഷാഫിയെ കുറച്ച് ദിവസത്തേക്ക് ജയിലിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടിയതാ. വളരെ ദൂരെയുള്ള ഇമാം ഷാഫി നമ്മുടെ നാട്ടിൽ കിട്ടിയപ്പോ മരിക്കുന്നത് വരെ അദ്ദേഹത്തിൽ നിന്ന് ഇൽമ പഠിക്കട്ടെ എന്ന് കരുതി ജയിലിലേക്ക് ദർസിന് വേണ്ടി കിതാബായിട്ട് വരുന്ന ആലിമീങ്ങൾ. ഇമാം ഷാഫിയെ വിധി പറയുന്നതിന്റെ തലേ ദിവസം സമീപിക്കുന്നു ജയിൽ വാർഡൻ. സൂപ്രണ്ട് വന്നിട്ട് പറയുന്നത് എന്താ അറിയോ? നിങ്ങളെ കൂടെയുള്ളവരൊക്കെ ഇതേ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊക്കെ ഇതിന്റെ മുമ്പ് തൂക്കിലേറ്റി. നിങ്ങൾ അവരുടെ ഒന്നാം പ്രതിയായ ഏറ്റവും വലിയ പ്രതിയായി നിൽക്കുന്ന നിങ്ങളാണ്. അതുകൊണ്ട് മിക്കവാറും നിങ്ങൾ തൂക്കിലേറ്റാനാണ് സാധ്യത. അതുകൊണ്ട് നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് വല്ല കൊതിയുണ്ടോ? ഇമാം ഷാഫിയുടെ പ്രതികരണം എന്താ അറിയോ? നന്നായി മനസ്സിലാക്കി. ഇമാം ഷാഫി പറഞ്ഞു, ഞാൻ ഈ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നത് ഹനഫി മദ്ഹബിലെ പ്രധാന പണ്ഡിതനായ മുഹമ്മദ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിലാ. ആ മുഹമ്മദ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിലെത്തിയിരിക്കുന്ന എനിക്ക് മുഹമ്മദ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കാണണം. എന്തിനാ? രാജാവിനോടൊന്ന് റെക്കമെന്റ് പറയാനല്ല. ഹനഫി മദ്ഹബിലെ 3 മസ്അലയിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. മരിക്കുന്നതിന്റെ മുമ്പ് ആ 3 സംശയം തീർത്തിട്ട് എനിക്ക് മരിക്കണം. അതിനുവേണ്ടി എനിക്ക് മരിക്കുന്നതിന്റെ മുമ്പ് മുഹമ്മദ് ഹസൻ റളിയല്ലാഹു അൻഹു കാണിച്ചു തരുമോ? താലിബീങ്ങൾ എന്റെ മുന്നിലുണ്ടല്ലോ. ഇൽമു പഠിക്കുന്നത് ജോലിക്കല്ല, ഇൽമു പഠിക്കുന്നത് ബിസിനസ് നടത്താനല്ല. നമ്മൾ BA പഠിക്കുന്നത് ഒരിക്കലും, നമ്മൾ ഡിപ്ലോമ എടുക്കുന്നത് ഒരിക്കലും ഒരു വലിയ ഉദ്യോഗസ്ഥനായി മാറാനല്ല. അല്ലാഹുവിന്റെ സ്വർഗം വാങ്ങാനാണ്, ദീനീ പ്രബോധനം നടത്താനാണ്. മറന്നു പോവണ്ട. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ദർസ് നടത്താൻ ഒരിക്കലും ഇൽമു പഠിച്ചില്ല. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് എന്തിനാ മസല പഠിക്കുന്നത്? ഇൽമു പഠിക്കുക എന്നത് ഇഖ്ലാസോടെ നിർവഹിക്കുന്നുവോ? ഒരു വരി ഇൽമു പഠിച്ചാൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാ, എത്ര ഭാഗ്യവാന്മാരാണ് ഈ നാട്ടുകാര്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാള് അങ്ങ് കാസർഗോഡ് ഉണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് പോയിട്ട് ദ്വാരപ്പിക്കൂലേ മരിക്കണതിന് മുമ്പ് ഒരു തവണയെങ്കിലും? എന്നാൽ ഈ മുത്തഅല്ലിമീങ്ങൾ ദിവസം വൈകുന്നേരമാകുമ്പോഴേക്ക് ഒരു 25 വരി ഇൽമു പഠിക്കുന്നുണ്ട്. അപ്പൊ 25,000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച പ്രതിഫലമാണ് മുത്തഅല്ലിമീങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മുത്തഅല്ലിമ് വീട്ടിലേക്ക് കയറി വരുമ്പോ മലായിക്കത്ത് അവന്റെ കൂടെ ഉണ്ടാകുമെന്ന ഹബീബ് റസൂലുള്ളാഹി. അതുണ്ടാകുമെന്ന് തീർച്ചയാണ്. പക്ഷേ മുത്തഅല്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, ഞാൻ ഇപ്പൊ വലിയ സ്ഥാനത്തെത്തിപ്പെട്ടിരിക്കുന്നു എന്ന കിബർ കൽബിൽ വന്നാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയത് തന്നെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തി വരുന്നത് കാർഷിക മേഖലയ്ക്ക് ഇസ്ലാം നൽകിയ പ്രോത്സാഹനമാണ്. അപ്പൊ വ്യാവസായിക മേഖല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു, കാർഷിക മേഖല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. ഇടയ്ക്ക് ഞാൻ മറ്റൊന്ന് പറഞ്ഞിരുന്നില്ലേ, നമ്മളെ MP പറഞ്ഞപ്പോ ഞാൻ അയാളോട് പറഞ്ഞെന്താ അറിയോ? ഇതൊക്കെ നമ്മൾ ഉസ്താദുമാർക്ക് അറിയാത്തോണ്ടല്ല. പിന്നെന്താ പറയാത്തത്? തുണി എടുക്കാതെ വരുന്ന ഒരാളോട് തലീകെട്ടിന്റെ പതിൽ ആരെയും ബുദ്ധിയുള്ളവർ പറയോ? നമ്മളാരെങ്കിലും പറയോ? തലീകെട്ട് വലിയ പുണ്യമില്ല തന്നെയാണ്. പക്ഷെ തുണി എടുക്കാതെ ഒരാൾ വരുന്നത്, അയാളെ വിളിച്ചിട്ട് മോനെ തൽപ്പാവല്ലാത്ത മഹത്വമുള്ളതാണ്, 40 തവണ നിസ്കരിച്ച പ്രതിഫലമാണെന്ന് ബുദ്ധിയുള്ള ഒരാൾ പറയില്ലല്ലോ. നമ്മളെ നാട്ടു മുഴുവനും ഇന്ന് തുണിയെടുക്കാത്ത അവസ്ഥയിലല്ലേ ഭൂരിപക്ഷം ആളുകളും? തീരെ നിസ്കാരമില്ലാത്തവർ, മദ്യം നന്നായി കഴിക്കുന്നവർ, നന്നായി വ്യഭിചരിക്കുന്നവർ, എല്ലാ ഹറാമും ചെയ്യുന്നവർ, ഇവരെ വിളിച്ചിട്ട് നമ്മളെങ്ങനെയാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുക എന്നതുകൊണ്ട് ആലിമീങ്ങൾ പറയാത്തത്. ഞാൻ ഓർമ്മപ്പെടുത്തി, വ്യാവസായിക മേഖലക്ക് പ്രോത്സാഹനം നൽകി ഇസ്ലാം, കാർഷിക മേഖലക്ക് പ്രോത്സാഹനം നൽകി. ലോകത്ത് സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? മുതലാളിത്തത്തോട് ചോദിച്ച ചോദ്യം. 5 സെന്റ് ഭൂമിയില്ലാത്തവൻ എവിടെയാ കൃഷി ഇറക്കുക? 500 രൂപ കയ്യിലില്ലാത്തവൻ എങ്ങനെയൊക്കെ വ്യവസായം തുടങ്ങുക? ഈ ചോദ്യത്തിന് മറുപടി നൽകാൻ മുതലാളിത്തത്തിന് കിട്ടില്ല. പക്ഷേ ഇസ്ലാം അവിടെ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ജനങ്ങളെ, നിങ്ങൾ പരമാവധി പണമുണ്ടാക്കണം കേട്ടോ. ആ പണം ആവശ്യത്തിന് മാത്രമേ നിങ്ങൾ ചെലവഴിക്കാൻ പാടുള്ളൂ. ആവശ്യത്തിലേറെ നിങ്ങൾ ചെലവഴിച്ചുകൂടാ. നിറഞ്ഞൊഴുകുന്ന പുഴയിൽ നിന്നാണ് നിങ്ങൾ ഒളുവെടുക്കുന്നതെങ്കിൽ പോലും
3 തവണയല്ല, 4ാമത്തൊരു തവണ നിങ്ങൾ ധരിക്കാൻ പാടില്ലെന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി. നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആഡംബരങ്ങൾ വല്ലാതെ കടന്നു വരികയാണ്. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയുന്നു, ആഡംബരം നിറഞ്ഞു നിൽക്കുന്ന ഈ ജീവിതം അവസാനിച്ചു പോകുമെന്ന ബോധം നമ്മുടെ കൽബിൽ വേണം. മഹാന്മാര് നമ്മെ പഠിപ്പിക്കുന്നത് ആഡംബരമില്ലാത്തൊരു ജീവിതത്തെ കുറിച്ചാണ്. എന്റെ അനുജന്മാര് ഗൗരവത്തോടെ ഇത് കാണേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ആവശ്യത്തിനപ്പുറത്തുള്ളതൊന്നും ചെലവഴിക്കാൻ പാടില്ല. പിന്നെയോ ഈ പണം മുഴുവൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? പണം ഉണ്ടാക്കണം, പരമാവധി പണം ഉണ്ടാക്കണം. അത് ഇബാദത്താണ്. കൃഷി ചെയ്യുന്നത് ഇബാദത്താണ്, വ്യവസായം ചെയ്യുന്നത് ഇബാദത്താണ്, കച്ചവടം തുടങ്ങുന്നത് ഇബാദത്താണ്. എല്ലാവരും ശ്രദ്ധിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് ഈ ഇരിക്കുന്നതിൽ നല്ലൊരു വിഭാഗം ആളുകൾ വ്യവസായികളുണ്ട്. അവര് പക്ഷേ എങ്കിലും പണം ഉണ്ടാക്കണം ആലോചിക്കുന്നല്ലാതെ ഇതൊരു ഇബാദത്താണെന്ന്, പള്ളിയിൽ പോകുന്ന പുണ്യമുള്ള ഒരു കാര്യമാണ് എന്ന് ആരും ധരിച്ചു വെച്ചിട്ടില്ല. പള്ളിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നത് പോലെ തന്നെ സ്വർഗം കിട്ടും. ഫർളായ നിസ്കാരം നിർവഹിച്ച് കഴിഞ്ഞതിന്റെ ശേഷമാണ് നിങ്ങൾ കച്ചവടത്തിന് പോകുന്നതെങ്കിൽ അത് ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിച്ചതാണ്. എന്തൊരു സൗന്ദര്യമുള്ള മതാ നമ്മളെ മതം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ടൗണിൽ പോയിട്ട് ഒരു മൊബൈൽ കട തുടങ്ങാൻ തീരുമാനിച്ചാൽ അതിന് സ്വർഗം തരാന്ന് പറയുന്നൊരു മതം, എന്തൊരു സൗന്ദര്യമുള്ള മതമാണത്. നമ്മുടെ വീട്ടുമുറ്റത്തൊരു വെണ്ടക്കൈ കുഴിച്ചിടുമ്പോ അതിന് സ്വർഗം തരാമെന്ന് പറയുന്നൊരു മതം, എന്തൊരു സൗന്ദര്യമുള്ള മതമാണത്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു എന്ന് മാത്രം. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയട്ടെ, എന്താ നമ്മളോട് പറയാത്തത്? കുളിച്ച വകയിൽ സ്വർഗം തരാന്ന് പറഞ്ഞൊരു മതം ഇസ്ലാമല്ലാതെ വേറെ ഏതാ? കുളിക്കുന്ന വകയിൽ സ്വർഗം തരാം, എന്തിന്? ബ്രഷ് ചെയ്യുന്ന വകയിൽ സ്വർഗം തരാം, ടോയ്ലറ്റ് പോകുന്ന വകയിൽ സ്വർഗം തരാം, തുണി ഷർട്ടും ധരിക്കുന്ന വകയിൽ സ്വർഗം തരാം. നമുക്ക് സ്വർഗം തരാത്ത ഒരു പണി ചെയ്യാനില്ല. പക്ഷെ നമ്മൾ എന്ത് വേണം? നമ്മൾ നമ്മളെ മതത്തെക്കുറിച്ച് അറിയണം, മതത്തെക്കുറിച്ച് മനസ്സിലാക്കണം, മതത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇസ്തിരി വെക്കുന്നവരെ സ്വർഗം തരാന്ന് പറയുന്നൊരു മതാ നമ്മുടെ മതം. എന്തൊരു ഭംഗിയുള്ള മതാ നമ്മുടെ മതം. പക്ഷേ ആ മതത്തിന്റെ അനുയായികളായി നമ്മളത് ശ്രദ്ധിക്കാൻ മറന്നുപോകുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, അപ്പൊ പരമാവധി പണമുണ്ടാക്കുക, ആ പണം ആവശ്യത്തിന് മാത്രം ചെലവഴിക്കുക, അനാവശ്യമായി ഒരിക്കലും ചെലവഴിച്ചുകൂടാ. ബാക്കി വരുന്ന പണം മുഴുവനും എന്ത് ചെയ്യണം? ഗവൺമെന്റിന് കൊടുക്കുകയല്ല, മറിച്ച് പറയുന്നത് നമുക്ക് തന്നെ ലഭിക്കാൻ ഡെപ്പോസിറ്റ് ചെയ്യണം, നമുക്ക് തന്നെ തിരിച്ചു കിട്ടാൻ ഡെപ്പോസിറ്റ് ചെയ്യണം. അവിടെയാ സോഷ്യലിസം പരാജയപ്പെട്ടത്. തിരിച്ചു കിട്ടാൻ ഒരാളും ഡെപ്പോസിറ്റ് ചെയ്യാൻ തയ്യാറാവില്ല. ഈ ലോകത്ത് പരിമിതമായ കാലഘട്ടം മാത്രമല്ല ഒരു മനുഷ്യനുള്ളത്. 70 വർഷങ്ങൾക്ക് ശേഷം അവനൊരു ജീവിതമുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെ വാടിയിൽ വെച്ച് വളർത്തിയ നിങ്ങളുടെ ഉപ്പാപ്പമാരെവിടെയാണ്? നിങ്ങൾ ഉമ്മയുടെ ഉമ്മമാരെവിടെയാണ്? നിങ്ങളെ വലിയ സ്നേഹത്തോടെ കൊണ്ടുനരുന്നിരുന്ന പലരുടെയും ഉപ്പമാരെവിടെയാണ്? അവരൊക്കെ ഖബറിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞ് രക്ഷപ്പെട്ടത് കൊണ്ടായോ? ഖബറിൽ അങ്ങ് വെക്കുന്ന ആ മനുഷ്യൻ യഥാർത്ഥ ജീവിതം തുടങ്ങുകയാണ്. മരണമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അവസാനമല്ലല്ലോ. ഈ കാണുന്ന ഡെഡ് ബോഡിയാകുന്ന വാഹനത്തിൽ നിന്ന് യഥാർത്ഥ താഹിറങ്ങ് പുറത്തിറങ്ങുന്നതിനല്ലേ താഹിറിന്റെ മരണമെന്ന് പറയുന്നത്. ഈ കാണുന്നത് താഹിറാണോ? അല്ല, അത് താഹിറിന്റെ കൈയാണ്, ഇത് താഹിറിന്റെ തലയാണ്, താഹിറിന്റെ കാലാണ്, താഹിറിന്റെ വയറാണ്, താഹിറിന്റെ നെഞ്ചാണ്. പിന്നെ താഹിർ എവിടെയാണ്? ഈ കാണുന്ന ഡെഡ് ബോഡിയാകുന്ന വാഹനത്തിനകത്ത് യഥാർത്ഥ താഹിർ ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. അവനാണ് സുഖം അനുഭവിക്കുന്നത്, അവനാണ് ദുഃഖം അനുഭവിക്കുന്നത്, അവനാണ് തെറ്റ് ചെയ്യുന്നത്, അവനാണ് നല്ലത് ചെയ്യുന്നത്. ആ താഹിറങ്ങ് ഈ കാണുന്ന ഡെഡ് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഖബറിലേക്കങ്ങ് വെക്കപ്പെടുന്നതോടെ നമ്മൾ മരിച്ചു എന്ന് ധരിച്ചു പോവണ്ട. എന്റെ കൂട്ടുകാർ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ, ചാരത്തിലൂടെ നടന്നു പോകുന്ന മനുഷ്യന്റെ ചെരുപ്പടിക്കാലിന്റെ ശബ്ദം പോലും നമ്മൾ കേൾക്കുമെന്ന് പറഞ്ഞാൽ ബുദ്ധി നശിച്ചിട്ടില്ല, മറന്നുപോവില്ല. ഓർമ്മ വരികയാണ്, പടച്ചവനെ എന്റെ നാട്ടിൽ വഅദ് നടക്കുന്നു റബ്ബേ. ഒരു കാലത്ത് ആ വഅദ് സംഘടിപ്പിച്ചവൻ ഞാനായിരുന്നു, ഒരു കാലത്ത് ആ വഅദ് കേട്ടവൻ ഞാനായിരുന്നു, അന്ന് കലക്ഷൻ നടത്തിയവൻ ഞാനായിരുന്നു, അന്ന് മറകെട്ടിക്കൊടുത്തവൻ ഞാനായിരുന്നു. ഇന്നത് കേൾക്കാൻ എനിക്ക് പോകാൻ കഴിയുന്നില്ല എന്ന ബോധം അവരുടെ കൽബിലുണ്ട്. മനുഷ്യൻ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് ഖബറിലൂടെയാണ്. ആ മരണാനന്തര ലോകത്തങ്ങ് ചെന്നാൽ എന്റെ കൂട്ടുകാർ, അവിടെ വെച്ച് നമുക്ക് അധ്വാനിക്കാൻ മാർഗമില്ല. അവിടെ പോയിട്ട് ആരും ഒരു ആശുപത്രി തുടങ്ങി ഡെന്റൽ കോളേജ് തുടങ്ങാന്ന് കരുതേണ്ട മക്കളെ.
അവിടെ ആ പരിപാടിയൊന്നുമില്ല. അവിടെ പോയിട്ട് നമുക്ക് കൃഷി ഇറക്കാൻ പറ്റൂല. പിന്നെ അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവെന്ന് പറയുന്നത് മരണാനന്തര ലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള, ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കേന്ദ്രമാണ്. അപ്പൊ ഇവിടെ വെച്ച് പരമാവധി പണമുണ്ടാക്കണം. ആ പണം മുഴുവനും നമുക്ക് മരണാനന്തര ലോകത്ത് ഒരിക്കലും ആരും ഹെൽപ്പ് ചെയ്യാത്ത, സഹായിക്കാത്ത, വ്യവസായം ചെയ്യാൻ കഴിയാത്ത, കൃഷി ഇറക്കാൻ പറ്റാത്ത, ഗൾഫിൽ പോകാൻ പറ്റാത്ത മഹ്ശറയിലേക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യണം. ഏത് ബാങ്കിലാ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? പൊളിയാത്ത ബാങ്കായിരിക്കണം. നമ്മുടെ ബാങ്ക് എപ്പോഴാ പൊളിയുന്നതെന്നറിയില്ല. ഏറ്റവും സെക്യൂരിറ്റിയുള്ള ബാങ്കായിരുന്ന അമേരിക്കൻ ബാങ്ക് ഇന്നാകെ പാപ്പരായി കിടക്കുന്നു. അത്തരം ബാങ്കുകൾ ഏൽപ്പിച്ചാൽ നമുക്ക് രക്ഷപ്പെടുകയില്ല. അള്ളാഹു പറയുന്നത് മൻ യുഖ്രിഉല്ലാഹ ഖർളൻ ഹസനാ, ആരാണ് റബ്ബിന് കടം കൊടുക്കാൻ തയ്യാറുള്ളവർ? നിങ്ങൾ പണമുണ്ടാക്കണം, എന്നിട്ട് പരമാവധി പണം ആവശ്യത്തിന് ചെലവഴിച്ചു ബാക്കി വരുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു ഉപയോഗിക്കാൻ വേണ്ടി റബ്ബിന്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ഖുർആൻ. അള്ളാഹുവിന്റെ ബാങ്ക് എവിടെയാണ്? എന്തിനാ റബ്ബ് കടം ചോദിക്കുന്നത്? ഈ ആയത്ത് കേട്ടപ്പോ മദീനയിലുണ്ടായിരുന്നു കുറച്ച് യഹൂദികൾ. അവര് പറഞ്ഞു, പാപം മുഹമ്മദിന്റെ ദൈവം പത്തേ ദരിദ്ര നാരായണ, അതുകൊണ്ട് നമുക്ക് അങ്ങനെ സഹായിക്കാം, ആരാധിക്കാനൊന്നും പറ്റൂല. അതിനല്ല, അള്ളാഹുവിന് അങ്ങനെ ഒരു സാധനത്തിലേക്ക് ആവശ്യമില്ല. പിന്നെന്തിനാ അള്ളാഹു ചോദിക്കുന്നത്? മൻ യുഖ്രിഉല്ലാഹ ഖർളൻ ഹസന, റബ്ബിന് കടം കൊടുക്കാൻ ആരാ തയ്യാറുള്ളൂ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു പറയുന്നത് ലിയുളാഇഫ ലഹു, അവനെ ഇരട്ടിയാക്കി കൊടുക്കാൻ. ഏറ്റവും ചുരുങ്ങിയത് 10, 70, 700, 7000 യുതീഹി മൻ യശാഉ ബിഗൈരി ഹിസാബ്, യാതൊരു പരിധിയുമില്ലാതെ റബ്ബങ്ങ് കൊടുക്കും. ആ റബ്ബ് കൊടുക്കുന്ന ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി ആരാ ഡെപ്പോസിറ്റ് ചെയ്യാൻ തയ്യാറുള്ളവര്? നിങ്ങൾക്കറിയോ? ഹബീബിന്റെ ചാരത്തേക്ക് വന്നു ഒരു പാവപ്പെട്ട മനുഷ്യൻ. അല്ലാഹുവിന്റെ ഹബീബിനോട് ദീനിനെ കുറിച്ച് പറഞ്ഞു. ഹബീബ് ദീനങ്ങ് പരിചയപ്പെടുത്തിയപ്പോ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. അല്ലാഹുവിന്റെ ഹബീബ മനുഷ്യൻ നോക്കുമ്പോ ഉടുക്കാൻ അദ്ദേഹത്തിന് വസ്ത്രമില്ല, ശരീരം മുഴുവനും എന്നും തൊലിയുമായിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ വെച്ചൊരു ഓഫർ പ്രഖ്യാപിക്കുന്നു. ആരാണ് ഈ മനുഷ്യനൊരു നല്ല വസ്ത്രം നൽകുന്നത്? ഞാനവന് സ്വർഗത്തിലെ വസ്ത്രം നൽകാം. പറഞ്ഞു തീരുമ്പോഴേക്കൊരു സഹാബി എണീറ്റു. ആ മനുഷ്യന് വസ്ത്രം അങ്ങ് കൊടുക്കുന്നു. ഉടനെ പറയുന്നു, ആരാ തലപ്പാവ് വെച്ചു കൊടുക്കുന്നത്? ഞാനവന് സ്വർഗത്തിലെ കിരീടം നൽകാം. പറഞ്ഞു തീർമ്പോഴേക്ക് അലി റളിയല്ലാഹു അൻഹു തന്റെ തലപ്പാവ് വെച്ചു കൊടുത്തു. മൂന്നാമത് പറയുന്നു, ഈ മനുഷ്യൻ ആരാണ് ഭക്ഷണം നൽകുന്നത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ചോദിക്കുകയാണ്. ആരും മറുപടി പറയുന്നില്ല. കാരണം ആരെ വീട്ടിലും വന്ന് ഭക്ഷണമില്ല. മദീനയിൽ ഒരു മനുഷ്യന്റെ വീട്ടിലും ഭക്ഷണമില്ല. ആലോചിക്കണം ചെറുപ്പക്കാരെ, നമ്മൾ ഇന്ന് പ്രതിസന്ധി പറയുന്നു. ആരോട് ചോദിച്ചാലും സമാധാനത്തിന്റെ മറുപടിയല്ല. എന്നാൽ പറയട്ടെ, മദീനയിൽ ഒരു വീട്ടിലും ഭക്ഷണമില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞുപെടുകയാണ്. സൽമാൻ, ഫാത്തിമയുടെ അടുത്തേക്കൊന്ന് പോയി നോക്കൂ, അവിടെ വല്ലതും കാണും. ദീനീ പ്രവർത്തകന്മാരുടെ കൽബിലുണ്ടാകാൻ ഞാനൊരു വാക്ക് പറയട്ടെ. ആദ്യമായി സ്വന്തം വീട്ടിലേക്കാണ് പറഞ്ഞയക്കുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ പോയി അന്വേഷിച്ചു. അല്പം ഭക്ഷണമുള്ളതിങ്ങ് കൊടുത്തയച്ചു. ആ ഭക്ഷണം കൊടുത്തയച്ചിരിക്കുന്ന സൽമാൻ റളിയല്ലാഹു അൻഹു ഭക്ഷണം കൊടുത്തയക്കുന്ന രംഗം ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കിടക്കുന്നില്ല. ആകെ വീട്ടിലുണ്ടായിരുന്ന ഒരു പുതപ്പെടുത്ത് സൽമാനെ കൊണ്ട് വിൽപ്പിച്ച് ആ പണം കൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മകളെ അല്പം റൊട്ടി ഉണ്ടാക്കുന്നത്. ആ റൊട്ടിയാണ് വിതരണം നടത്താൻ പോകുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമയോട് സൽമാനിന്റെ മറുപടി, ഓ പ്രിയപ്പെട്ട ഫാത്തിമ, ത്തിൽ വെച്ച് മഹാനവറുകൾ കാണാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട ഹസനും ഹുസനും പട്ടിണിയിലാണ്. അവർക്കൊരു 2 റൊട്ടി മാറ്റിവെച്ചിട്ട് ബാക്കി തന്നാൽ മതി. ഫാത്തിമ ബീവി പറയുന്നത്, സ്വർഗത്തിൽ പ്രതിഫലം തരുന്ന ആ റൊട്ടിക്ക് പകരമാവില്ലല്ലോ ഈ 2 റൊട്ടി മാറ്റിവെച്ചാൽ. അതുകൊണ്ട് കൊണ്ടുപോയിക്കോളൂ, ഇത് ഓഫർ ലഭിച്ച സ്വർഗത്തിലേക്കുള്ള ഭക്ഷണമാണ്. നേരെ കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുത്തു. തിരിച്ചു പോകാനിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ പറയുന്നു, അദ്ദേഹത്തിന് പോകാൻ വാഹനമില്ലല്ലോ, ആരാണൊരു നല്ല കുതിര നൽകുന്നത്? സുബ്ഹാനല്ലാഹ്, അബ്ദുറഹിമാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാനൊരു കുതിര നൽകാൻ പോവുകയാണ്. ആ കുതിര വളരെ പവറുള്ള കുതിരയാണ്, ചുവന്ന നിറമുള്ള കുതിരയാണ്. ഇങ്ങനെ കുതിരയുടെ പവർ ഇങ്ങനെ വിശദീകരിച്ചു കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ കുതിരയുടെ പവർ കുറെ പറഞ്ഞല്ലോ, ഞാൻ സ്വർഗത്തിൽ തിരിച്ചു വരുന്ന കുതിരയുടെ പവർ കേട്ടോ. അതിന്റെ കാലുകൾ മുത്തുകൊണ്ടുണ്ടാക്കിയതാണ്, അതിന്റെ പൂഞ്ഞ മരതകം കൊണ്ടുള്ളതാണ്, അതിന്റെ ചുണ്ടുകൾ നല്ല പഞ്ചമേതകം കൊണ്ടുണ്ടാക്കിയതാണ് എന്നിങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നബിയെ, ഇതൊരു ഓഫറാണല്ലോ, സാധാരണ പ്രഖ്യാപനമല്ലല്ലോ, അതുകൊണ്ടൊരു കടലാസിൽ എഴുതരുമോ? അള്ളാഹുവിന്റെ ഹബീബ് എഴുതി അങ്ങ് കൊടുക്കുകയാണ്. സംഭാവന ചെയ്യുന്നവർക്ക് മഹ്ശറയിൽ ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം എഴുത്ത് കിട്ടിയപ്പോ ചോദിച്ചു, എന്തിനാ അബ്ദുറഹ്മാൻ തങ്ങളെ ഈ എഴുത്ത്? എനിക്ക് മരണപ്പെടുമ്പോ എന്റെ കബറിലേക്ക് വെക്കാൻ, എന്റെ കരളിന്റെ കഷ്ടങ്ങളെ ചെറുപ്പക്കാരെ, അള്ളാഹു പറയുന്നത് അള്ളാഹുവിന് കടം കൊടുക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹു ഇരട്ടി ഇരട്ടിയാക്കി നൽകുമെന്നാണ്. അള്ളാഹുവിന്റെ ഹബീബി ഇതൊക്കെ കഴിഞ്ഞു അദ്ദേഹത്തെ യാത്രയാക്കി ഫാത്തിമത്തുൽ സഹ്റായിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഫാത്തിമ ബീവിയുടെ വീട്ടിലെത്തുമ്പോ ഫാത്തിമയുടെ കണ്ണിലൂടെ കണ്ണുനീര് വീഴുന്നു. എന്തേ കാരണം? ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചിട്ട് ഒരാഴ്ചയിലേറെയായി, ഹുസൈൻ റളിയല്ലാഹു അൻഹു വെള്ളം കുടിച്ചിട്ട് ഒരാഴ്ചയിലേറെയായി. ശരീരം വല്ലാതെ മെലിഞ്ഞു പോയിരിക്കുന്നു, മുഖം നിറം മങ്ങിപ്പോയിരിക്കുന്നു, അവർ പാടിത്തളർന്നിരിക്കുന്നു. അപ്പോഴാണ് ഹബീബ് കയറി വരുന്നത്. ഹബീബിനോട് സങ്കടത്തോടെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് ഫാത്തിമ വീട്ടിലെ സങ്കടമങ്ങ് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടുമല്ലേ സഹായം തേടാൻ പറഞ്ഞത്. എന്റെ ഫാത്തിമ 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിന് നിസ്കരിക്കുക, എന്നിട്ട് പടച്ച റബ്ബിനോട് ചോദിക്ക്. ഫാത്തിമ ബീബി അതാ നിസ്കാരം നിർവഹിച്ചു, നേരെ തന്റെ ഇബാദത്ത് ചെയ്യാനുള്ള റൂമിലേക്ക് അങ്ങ് കയറി പടച്ച റബ്ബിനോട് ചോദിക്കുന്നു, അല്ലാ, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന്റെ ഖൗമിന് സ്വർഗത്തിലെ ഭക്ഷണത്തളിക ഇറക്കി കൊടുക്കാൻ സാധിച്ചിരിക്കുന്ന റബ്ബേ, ഇതാ മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മകൾ ഫാത്തിമ ചോദിക്കുന്നു, എനിക്കും അതുപോലെ തരാൻ നിനക്ക് കഴിവുണ്ടല്ലോ. പറഞ്ഞു തീരുമ്പോഴേക്കൊരു ഭക്ഷണത്തളിക താഴെ വന്നു. ഫാത്തിമ ബീവി ഭക്ഷണത്തളിക കയ്യിലെടുത്തു, നേരെ അങ്ങ് റൂമിലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അലി ചോദിക്കുന്നു, എവിടെന്നാ ഫാത്തിമ? ഇത് സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലിയതാ ശാസിക്കുന്നു, ഫാത്തിമ വിഡിത്തം ചെയ്തു പോയി, ഇത് സ്വർഗത്തിൽ ലഭിക്കേണ്ട ഭക്ഷണമല്ലേ, ഇത് നബി തങ്ങളെ മകളാണെന്ന പവർ ഉപയോഗിച്ച് നീ ചോദിച്ചതല്ലേ ഫാത്തിമ, ശരിയായില്ലെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അലി, നീ ഫാത്തിമയെ വെറുതെ വിട്ടോ. അല്ലാഹുവിന്റെ അമ്പിയാക്കൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന മോചിതത്ത്, ആ മോചിതത്ത് പോലെയുള്ള കറാമത്ത് കൊണ്ട് ആദരിച്ച മകളെ എനിക്ക് നൽകിയ റബ്ബേ, നിനക്കാണ് സ്തുതി മുഴുവനുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ആരാണ് റബ്ബിന് കടം കൊടുക്കാൻ തയ്യാറുള്ളവർ? എന്തിനാ കടം കൊടുക്കുന്നത്? ഇരട്ടിയായി കിട്ടാൻ വേണ്ടി. യൂതീഹി മയ്യശാഉ ബിഗൈരി ഹിസാബ്, പരിധിയില്ലാതെ തിരിച്ചു തരാൻ. ഏതാ റബ്ബിന്റെ ഒരു ബാങ്കിന്റെ ഓഫീസ് എവിടെയുള്ളത്? നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പണം ബാക്കിയുള്ളത് മുഴുവനും ഇനി അങ്ങ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നേ എന്ന് കരുതിയിട്ട് പണം ബാക്കിയുള്ളതായിട്ട് നമ്മൾ ചെറുപ്പക്കാരൻ എവിടെയാ പോകേണ്ടത്? ആലുവ ടൗണിലുണ്ടോ ബാങ്കിന്റെ ഓഫീസ്? എറണാകുളം സിറ്റിയിലുണ്ടോ അള്ളാഹുവിന്റെ ബാങ്കിന്റെ ഓഫീസ്? അള്ളാഹുവിന്റെ ബാങ്കിന്റെ ഓഫീസ് റബ്ബ് തന്നെ പരിചയപ്പെടുത്തി, വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. തൊഴിലുണ്ട്, പക്ഷേ അതുകൊണ്ട് ജീവിക്കാൻ തികയുന്നില്ല. അല്ലെങ്കിൽ തൊഴിലില്ല, അതുകൊണ്ട് ജീവിക്കാൻ മാർഗമില്ല. ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട, തൊഴിലില്ലായ്മ വേതനത്തിന് എംപ്ലോയ്മെന്റിൽ ഒപ്പുവെച്ച് കാത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായ മനുഷ്യ മക്കളുണ്ട്. ആ മനുഷ്യ മക്കളെ കയ്യിൽ നിങ്ങൾ ഇത് ഏൽപ്പിക്കേണ്ടത് കേട്ടോ. നിങ്ങൾ
നമ്മൾ നല്ലോണം കൃഷി ചെയ്യണം, നന്നായി വ്യവസായം ചെയ്യണം, പണമുണ്ടാക്കണം, എന്നിട്ടോ നല്ല സമ്പന്നരാവണം, ആവശ്യത്തിന് ചെലവഴിക്കണം, ബാക്കിയുള്ളത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി പാവപ്പെട്ടവന്റെ കയ്യിൽ കൊടുക്കണം, അവൻ അതുകൊണ്ട് വ്യവസായം തുടങ്ങണം, അതുകൊണ്ട് കൃഷി ചെയ്യണം, അവനും ഡെപ്പോസിറ്റ് ചെയ്യണം, അടുത്ത ആൾക്ക് കിട്ടണം. അങ്ങനെ 100% പട്ടിണി മുക്ത രാഷ്ട്രം, 100% തൊഴിലില്ലായ്മ മുക്ത രാഷ്ട്രം പ്രസംഗിക്കുകയല്ല, പ്രാക്ടിക്കലായി കാണിച്ചു കൊടുത്ത ഏക മാനിഫെസ്റ്റോയാണ് വിശുദ്ധ ഇസ്ലാം. നിങ്ങൾക്കറിയുമോ, യമനിലെ ഗവർണർ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അതാ യമനിലെ പാവപ്പെട്ടവർക്കുള്ള സക്കാത്ത് അങ്ങ് പിരിച്ചിട്ട് കൊണ്ടുപോകുന്നു. കേന്ദ്രത്തിന് കൊടുക്കുമ്പോ കേന്ദ്രം പറയുന്നത് സംസ്ഥാനത്തിന് വിതരണം ചെയ്യേണ്ടതാണ്. ഉടനെ പ്രതികരണം, എന്റെ രാജ്യത്തിൽ ഒരൊറ്റ മനുഷ്യനും പട്ടിണി കിടക്കുന്നവരില്ല, എന്റെ രാജ്യത്തിൽ ഒരാളും ജോലിയില്ലാത്തവരില്ല, 100% പട്ടിണി മുക്ത രാഷ്ട്രമാണ് എന്റെ രാജ്യമെന്ന് ലോകത്തോട് പ്രാക്ടിക്കലി പറഞ്ഞു കാണിക്കാൻ സാധിച്ച ഏക തിയറിയാണ് വിശുദ്ധ ഇസ്ലാം എന്നതുകൊണ്ടാണ് MP നാരായണപിള്ള എന്ന് പറയുന്ന മലയാളത്തിന്റെ എഴുത്തുകാരൻ എഴുതി വെച്ചത്, പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സമ്പൽ വ്യവസ്ഥയെ പൊന്നാണിയിൽ കൊണ്ടുപോയി തൊപ്പിയിടിക്കുകയല്ലാതെ മാർഗമില്ല എന്ന്. പക്ഷേ ഞാൻ പറയുന്നത്, ഈ ഇസ്ലാമിക് മാനിഫെസ്റ്റോ ലോകം മുഴുവനും സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോ, ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടത്തിൽ ലോകത്ത് മുഴുവനും ഇസ്ലാമിലേക്ക് ശക്തമായ ഒഴുക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ അവഗണിക്കപ്പെടാൻ കഴിയാത്ത ശക്തിയാണ് ഇസ്ലാം, ഫ്രാൻസിൽ ഇസ്ലാം തഴച്ചു വളരുകയാണ്, ജപ്പാനിൽ ഇസ്ലാം വളരുകയാണ്, ഇന്ത്യയിലും ഇസ്ലാം വളരുകയാണ്. ഇസ്ലാം വളരുന്നത് ഇത്തരം മനുഷ്യന്റെ കൂടെ നിന്നുള്ള തിയറികൾ സമർത്ഥിക്കുക വഴിയാണെങ്കിൽ ആ ഇസ്ലാമിക് സമൂഹം പക്ഷേ ഇസ്ലാമിൽ നിന്ന് ദൈനംദിനം അകന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഇല്ലാത്തൊരവസ്ഥ കടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് വളർന്നു വരുന്ന യുവതലമുറയിലെ 13 വയസ്സുകാരിലെ 27% ആളുകൾ ഇന്ന് മദ്യപിക്കുന്നവരാണ്. 13 വയസ്സ് മാത്രം പ്രായമുള്ളവരിൽ 27% മദ്യപിക്കുന്നവരാണെന്ന് പറയുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ ഗൗരവം നിങ്ങൾ ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകത്തിൽ തന്നെ 4ാമത്തെ മദ്യപാനികളുടെ രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് 1ാം സ്ഥാനമാണ് നമ്മുടെ മലയാളക്കരക്കുള്ളത് എന്ന് ആലോചിക്കുമ്പോഴാണ് നാം ഞെട്ടിപ്പോകുന്നത്. ഇന്ത്യക്കാരൻ അരി വാങ്ങാൻ ഉപയോഗിക്കുന്നതിന്റെ 15 ഇരട്ടിയാണ് മദ്യം കുടിക്കാൻ വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ കൂട്ടുകാരത് ചെറുതായി കണ്ടുകൂടാ. ഒരു തവണ ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോ 1500 തിരിച്ചറിവിന്റെ സെല്ലുകൾ നഷ്ടപ്പെടുത്തുന്ന ലോകരാഷ്ട്രത്തിൽ ഒരിടത്തും ഇതുവരെ മരുന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത ഭീകരമായ 3 രോഗങ്ങൾ നൽകുന്ന, 36 രോഗങ്ങൾക്ക് ഉപകാരണമാകുന്ന, 57 രോഗങ്ങൾക്ക് മരുന്ന് എഫക്ട് ചെയ്തിക്കാരും കളമൊരുക്കുന്ന, ക്യാൻസറിലെ 76% കളമൊരുക്കുന്ന, ആക്സിഡന്റിലെ പ്രധാന വില്ലനായി വന്നിരിക്കുന്ന, ഒരുപാട് അപകടങ്ങൾ സമ്മാനിക്കുന്ന മദ്യത്തിന്റെ അടിച്ചുകളായി മലയാളി മാറിക്കൊണ്ടിരിക്കുമ്പോ ഈ രാജ്യത്തിലെ ജനസമൂഹത്തോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മദ്യവും ലൈംഗിക അരാജകത്വവും നമ്മുടെ രാജ്യത്തിന്റെ വളർന്നു വരുന്ന തലമുറയുടെ നട്ടെല്ലൊടിച്ചുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് നാം തന്നെ സ്വയം നിർമ്മിച്ചിരിക്കുന്ന ഊഹക്കച്ചവടങ്ങളുടെയും പലിശ വ്യവസ്ഥിത സാമ്പത്തിക നയങ്ങളുടെയും ഫലമായി ലോകം സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ബദൽ രേഖയായി വിശുദ്ധ ഇസ്ലാമിനെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഇസ്ലാമിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി മാറാൻ എന്റെ സഹോദരങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് മാത്രം എന്റെ കൊച്ചനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു പക്ഷേ ഈ പ്രസംഗത്തിനു ശേഷം ഇനി താഹിർ സഖാഫിക്ക് പ്രസംഗിക്കാൻ സാധിക്കണമെന്നില്ല. എന്റെ ജീവിതത്തിൽ അവസാനത്തെ പ്രഭാഷണമാണിതെങ്കിൽ ഞാൻ അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഓർമ്മപ്പെടുത്തുന്നത്, സ്വർഗത്തിലേക്ക് വളരെ കുറച്ചു ദൂരം മാത്രമാണുള്ളത്, നരകത്തിലേക്ക് അതിനെ കുറച്ചു ദൂരം മാത്രമാണുള്ളത് എന്ന് തിരിച്ചറിയാൻ എന്റെ സദസ്സിനും എന്റെ സമൂഹത്തിനും സാധിക്കേണ്ടതുണ്ട്. വളരെ കുറഞ്ഞൊരു കാലഘട്ടം നാം നമ്മുടെ ജീവിതത്തെ ശുചീകരിക്കാൻ ഒരുങ്ങുമോ, അനന്തമായ സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നു. ചെറിയൊരു കാലഘട്ടത്തിൽ തരികിട കളിച്ചുകൊണ്ട് നമ്മൾ ദുഷിക്കുകയാണോ, അനന്തമായ നരകവും നമുക്ക് വരാനിരിക്കുന്നു. ഇത് രണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ട് നന്മയിലേക്ക് നടന്നു നീങ്ങാൻ എന്റെ കൂട്ടുകാര് തയ്യാറാവണം. എത്ര വലിയ തെറ്റ് ചെയ്തവർക്കും അള്ളാഹു പുറത്തു തരുന്നവരാണ്. എന്റെ കൂട്ടുകാരെ, ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്ത മനുഷ്യർക്ക് പോലും അള്ളാഹു പുറത്തു കൊടുത്ത 100 കണക്കിന് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് പ്രഭാഷകരന്റെ പിന്നിലുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഒരൊറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്ന ഒരു ഭാഗം മാത്രം സൂചിപ്പിക്കുന്നു. മഹാനായ നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്ന, മൂസാ
വിജനമായ സ്ഥലത്തൊരു പാവപ്പെട്ട മനുഷ്യനതാ കിടക്കുകയാണ്. അദ്ദേഹത്തെ മറവ് ചെയ്യാൻ ആളുകൾ തയ്യാറല്ല. അവിടെ ഒന്ന് പോയിട്ട് അദ്ദേഹത്തിന്റെ മരണാനന്തര കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകണം. സുബ്ഹാനല്ലാഹ്, മൂസ അലൈഹിസ്സലാം പുറപ്പെട്ടു. അദ്ദേഹത്തെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനങ്ങ് തുടങ്ങുമ്പോ നാട്ടുകാർ വന്ന് ചോദിക്കുന്നു, മൂസ, എന്തൊരബദ്ധമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഈ കിടക്കുന്ന മനുഷ്യൻ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഹൈർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആർക്കും ചൂണ്ടിക്കാണിക്കാനില്ല. അതേ സമയത്ത് അദ്ദേഹം ചെയ്യാത്തൊരു അബദ്ധവുമില്ല, ഒരു ഹറാമുമില്ല. ഒരു മനുഷ്യൻ ചെയ്യാൻ അറക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തവനാണ് ഈ കിടക്കുന്ന മനുഷ്യൻ എന്നങ്ങ് പറയുമ്പോ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാം ചോദിക്കുന്നു, പടച്ചവനെ, ഈ ലോകത്ത് നിന്ന് ജീവിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു മനുഷ്യനായ ഒരാളുടെ മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കാൻ എന്നെ നീ ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് റബ്ബേ? പടച്ച റബ്ബ് പറയുന്നു, മൂസ, അവരൊക്കെ പറഞ്ഞത് സത്യമാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ഹറാം ചെയ്യാതെ ബാക്കി നിൽക്കുന്നില്ല, ഒരു ഹൈറും അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. പക്ഷേ ഇന്നലെ രാത്രി 3 മണിക്ക് എല്ലാവരും കിടന്നുറങ്ങുമ്പോ അടിമയാകുന്ന എന്റെ അടിമ അങ്ങണീറ്റ് നിന്നു. അവൻ എന്നോട് പറയുന്നു, പടച്ചവനെ, ഭൂമി ലോകത്ത് എന്നെക്കാൾ മോശമായൊരു മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. ഞാൻ നിന്നോട് ചെയ്ത ധിക്കാരത്തിന് അതിരില്ല. അല്ലാഹുവേ, നീ എന്നെ ശിക്ഷിച്ചാൽ നീ നീതിമാനാണ്. പക്ഷേ പടച്ചവനെ, സാധുവായ ഞാൻ നിന്നോട് പറയട്ടെ, എന്നെക്കാളും മോശപ്പെട്ടൊരു മനുഷ്യൻ പൊരുത്തപ്പെട്ടു കൊടുത്താലും നിന്റെ ഔദാര്യം അവസാനിക്കുന്നില്ലല്ലോ റബ്ബേ. നിന്നോടാരും ചോദ്യം ചെയ്യാനില്ലല്ലോ റബ്ബേ. എന്നോട് കൃപ ചെയ്യുന്ന അല്ലാഹ്, എന്നോട് നീ ഒന്ന് കരുണ കാണിക്കില്ല റബ്ബേ. എന്റെ അടിമ ആത്മാർത്ഥമായി ഇന്നലെ രാത്രി ആരുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് എന്നോട് പറഞ്ഞപ്പോ, നബിയേ, എന്റെ ഔദാര്യം അവനെ ശിക്ഷിക്കാൻ അനുവദിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത്, എന്റെ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യൻ ഏതു സമയത്തും എപ്പോഴും മരിക്കേണ്ടവരാണ്. എപ്പോഴാണ്, എങ്ങനെയാണ്, ആരാണ് മരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാണെങ്കിൽ എത്ര വലിയ തെറ്റ് നമ്മൾ ചെയ്താലും ഇവിടെ ദുആ നടക്കാൻ പോവുകയില്ലേ? ഒരു മഹാനായ സയ്യിദ് നമുക്ക് വേണ്ടി ദുആ ചെയ്യാനിരിക്കുകയാണ്. പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും ആമീൻ എന്ന് പറയുന്ന സദസ്സാണ്. രോഗികളും ഉമ്മമാരുമുള്ള സദസ്സാണ്. പടച്ച റബ്ബിനോട് കരഞ്ഞങ്ങ് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കാത്തൊരു കാര്യവുമില്ല. അല്ലാഹു നമ്മോട് പറയുന്നത് ഉദൂലി അസ്തജിബ് ലക്കുമെന്ന, എന്നോട് ദുആ ചെയ്യണം. ആ ദുആ ചെയ്യാനുള്ള രൂപവും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് അങ്ങ് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് പടച്ച റബ്ബിനോട് ചെയ്തു പോയ ദോഷങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ എന്റെ അനുജന്മാരെ, എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം എന്നോടും എന്റെ കൂട്ടുകാരോടും ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹുവിനോടങ്ങ് തൗബ ചെയ്താൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബലാ. തെറ്റ് ചെയ്തു പോയിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ റബ്ബിനോട് തൗബ ചെയ്താൽ തെറ്റ് ചെയ്യാത്തവനെ പോലെ ശുദ്ധിയായി കിട്ടുമെന്നാണ് ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ തെറ്റു ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വളരാൻ എന്റെ കൂട്ടുകാര് തയ്യാറാവണം. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ ഒരു തവണ മരണത്തെ വല്ലാതെ പേടിക്കുന്നു, ഖബറിനെ പേടിക്കുന്നു, നരകത്തെ പേടിക്കുന്നു. നമ്മളെ പോലെയല്ല. ബഹുമാനപ്പെട്ട ശൈഖുന കുണ്ടൂർ ഉസ്താദിന്റെ 3ാമത്തെ ആണ്ട് നേർച്ച വരികയാണ്. അല്ലാഹു അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. ഈ മാസം 24-ാം തീയതി മുതൽ ആരംഭിക്കുന്ന കുണ്ടൂർ ഉസ്താദാരാ ഒരു തവണ മറിയം പള്ളിയിൽ നിന്ന് എന്നോട് പറയുന്നത്, പടച്ചവനെ, നരകത്തിൽ കിടക്കുമോ എന്ന പേടി കൊണ്ട് 2 മാസക്കാലം ഞാൻ ഉറങ്ങിയില്ല, 2 മാസക്കാലം ഞാൻ ഭക്ഷണം കഴിച്ചില്ല.
1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കഥയല്ല. നമ്മുടെ സമസ്തയിലെ മുഷാവറ അംഗമായിരുന്ന ഒരു പണ്ഡിതന്റെ അവസ്ഥയായി പറയുന്നത്. അവസാനവന്റെ ഷെയ്ഖിന്റെ ചാരത്ത് ചെന്ന് സങ്കടം പറഞ്ഞു. പഠിച്ചവനെ, അള്ളാഹുവിന്റെ ശിക്ഷ ആലോചിച്ചിട്ട് ഉറക്കം വരും എന്നങ്ങനെ നോക്കുമ്പോ ചാപ്പരങ്ങാടി പാപ്പ 1.5 മണിക്കൂർ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന ഖാദർ മുസ്ലിയാരെ വിളിച്ചു പറയുന്നു, അബ്ദുൽ ഖാദറെ കേറിക്കോ, അള്ളാഹു നിങ്ങളെ തീയുകൊണ്ടും നരകം കൊണ്ടും ശിക്ഷിക്കില്ല. ഇതങ്ങ് പറയുമ്പോ നരകം കൊണ്ടുമെന്ന് പറയുന്ന കുണ്ടൂർ ഉസ്താദ് അത് പറയാൻ കഴിയാനിട്ട് നിന്ന നിൽപ്പിൽ മറിയം പള്ളിയിൽ താഴേക്കങ്ങ് വീണു. തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടാണത് പൂർത്തിയാക്കുന്നത്. നരകത്തെ കുറിച്ചുള്ള മഹാന്മാരുടെ ഭയം അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് തങ്ങളതാ പുറത്തിറങ്ങുന്നു സമാധാനം കിട്ടാനിട്ട്. നരകമങ്ങ് കൽബിൽ കയറിയിട്ട് സമാധാനമില്ല. അതാ മഹാനവറുകൾ പുറത്തിറങ്ങി നോക്കുമ്പോ ഒരു കപ്പൽ വരുന്നു. ഒന്നും ചിന്തിക്കാതെ കപ്പലിലേക്ക് കയറുന്നു. കപ്പലിൽ തല താഴ്ത്തി അങ്ങ് ഇരിക്കുകയാണ്. സമാധാനം ലഭിക്കാത്തത് കൊണ്ട് കടലിന്റെ നടുവിലെത്തിയപ്പോ അങ്ങ് തലയുയർത്തി നോക്കുമ്പോ കാണുന്ന ഒരു രംഗമുണ്ട്. ഒരു സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടിയുണ്ട്, സുന്ദരമായി മദ്യപിച്ച് നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. കുറെ ചെറുപ്പക്കാര് ചുറ്റുഭാഗത്ത് പാട്ടുപാടി ആ നൃത്തത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ മദ്യത്തിന്റെ ചഷകമാണ്. ആ സമയത്ത് അതാ ബഹുമാനപ്പെട്ടവരിങ്ങനെ അത്ഭുതത്തോടെ ആ പെൺകുട്ടിയെ നോക്കിയിട്ട് ചിന്തിക്കുന്നു, പടച്ചവനെ, ഞാൻ എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നതല്ലാ. നരകത്തെ പേടിച്ചു പുറപ്പെട്ട ഞാനിതാ ഒരു കൂട്ടം പാടികളായ ദോഷികളായ മനുഷ്യരുടെ നടുവിൽ. ഇത് കടലിന്റെ നടുവാണ്. എന്റെ കപ്പലിനൊരു അപകടം സംഭവിച്ചു പോയാൽ എന്നിങ്ങനെ ചിന്തിച്ചു ഭയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അതാ ബഹുമാനപ്പെട്ടവരോട് ആ പെൺകുട്ടി ചോദിക്കുന്നു, അവലാത്ത ശിരിബു കുടിക്കുകയല്ലേ, ഞങ്ങൾ ഈ കുടിക്കുന്ന മദ്യം കുടിക്കുകയല്ലേ? മഹാനവർകൾ പറഞ്ഞു, മോളെ, പടച്ച റബ്ബിന്റെ വെള്ളം കുടിക്കുന്ന എനിക്ക് നിന്റെ മദ്യത്തിന്റെ ആവശ്യമില്ല. ആ പെൺകുട്ടി പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. തുടക്കത്തില് വലിയ സൂഫിയാക്കളെന്നൊക്കെ പറഞ്ഞാ തുടങ്ങുക, പിന്നെ മെല്ലെ മെല്ലെ ഞങ്ങളെ കൂട്ടത്തിലങ്ങ് കൂടിക്കോളും. അതുകൊണ്ട് ഒന്നുകിൽ നീ പാട്ടുപാടുന്നു, അല്ലെങ്കിൽ ഞാൻ പാട്ടുപാടാം. എന്ന് ചിന്തിച്ചു, ഇത് വലിയൊരു അവസരമാണ്. ഈ പെൺകുട്ടിയുടെ കൽബ് നന്നാക്കാനുള്ള ചാൻസാണ്. മഹാനായ ഒന്നാമത്തെ വരി അങ്ങ് പാടി. അതാ ഒന്നാമതായി പടച്ച റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തി. രണ്ടാമത്തെ വരിയിൽ അതാ ഭൂമിയെ പരിചയപ്പെടുത്തി, ഭൂമിയുടെ സൗന്ദര്യം പരിചയപ്പെടുത്തി. നാലാമത്തെ വരിയിൽ അതാ മരണം പരിചയപ്പെടുത്തി. അഞ്ചാമത്തെ വരിയിൽ കവറങ്ങ് പരിചയപ്പെടുത്തിയപ്പോ വോൾട്ടേജ് ഉള്ള നാവ് കൊണ്ടല്ലേ പറയുന്നത്, ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന നാവ് കൊണ്ടല്ലേ പറയുന്നത്. അതാ പെൺകുട്ടിയുടെ കൽബിലങ്ങ് തട്ടിപ്പോയി. ഒരൊറ്റ അട്ടഹാസമാണ്. അട്ടഹസ് താഴെയങ്ങ് വീണ് കിടക്കുമ്പോ അല്പം വെള്ളം മന്ദിരിച്ച് മുഖത്തങ്ങ് കൊടയുന്നു. ആ പെൺകുട്ടി കണ്ണു തുറന്ന് ചോദിക്കുന്നത്, ഞാനൊരു സാധാരണ വ്യഭിചാരിയല്ല, 100 കണക്കിന് ചെറുപ്പക്കാരെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വേശ്യയാണ്, ഒരു നർത്തകിയാണ്, ക്യാബറെ നർത്തകിയാണ്. എനിക്ക് അല്ലാഹു പുറത്തു തരുമോ? മഹാനവരുടെ പ്രതികരണം, റഹ്മത്തില്ല, പടച്ച റബ്ബിന്റെ അനുഗ്രഹത്തെ തൊട്ട് ആശ മുറിഞ്ഞു പോകല്ല മോളെ. ആ പെൺകുട്ടി പറയുന്നു, എനിക്ക് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം, എന്റെ കൽബിന് വെളിച്ചം കിട്ടാവുന്ന ദിക്റുകൾ പഠിപ്പിച്ചു തരണം. മഹാനവർകൾ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുന്നു. ദീർഘയാത്ര കഴിഞ്ഞ് പുറത്തിറങ്ങി രണ്ടുപേരും പോയി. 3 വർഷം കഴിയുന്ന മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഅബ ശരീഫ് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ കഅബയുടെ അകത്തളത്തിന്റെ ഭാഗമാകുന്ന ഹിജർ ഇസ്മായിലിന്റെ ഉള്ളിൽ സ്വർണ്ണപ്പാത്തിയുടെ നേരെ താഴ്ഭാഗത്ത് ദുആക്ക് ഇജാബത്തുള്ള സ്ഥലത്ത് കഅബയുടെ കില്ല കിടിച്ചൊരു പെൺകുട്ടി ഇങ്ങനെ ലഹരി പിടിച്ച് പാടുകയാണ്. എന്തേ പാടുന്നത്? റബ്ബേ, ഞാൻ അനുഭവിക്കുന്ന ലഹരിയുടെ ബറക്കത്ത് കൊണ്ട് ചോദിക്കുന്നു, അല്ലാഹ് സ്വർഗം തരുമോ, സ്വർഗം തരുമോ? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ പ്രബോധകനല്ലേ. മനസ്സ് പടയുന്നു, പടച്ചവനെ, എവിടെ വെച്ചായി പറയുന്നത്? ആ പെൺകുട്ടിയോട് പോയി ചോദിക്കുന്നു, മോളെ, ഇത് ഹറം ഷരീഫാണ്, ഉമ്മുൽ ഖുറയാകുന്ന മക്കയിലെ ഹറം ഷരീഫിലെ ഈ വായു മണ്ഡലത്തിൽ നിന്ന് ശ്വസിക്കുന്നത്, ഈ വായു ശ്വസിക്കുന്നത്, ഇവിടുത്തെ പൊടിപടലങ്ങൾ ശരീരത്തിലേക്ക് വലിക്കുന്നത് ദോഷം പുറപ്പിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വെച്ച്
ഹറാമ് ചിന്തിച്ചാൽ ഹറാമ് ചെയ്ത ശിക്ഷയാണ്. ആ ഹറാമ് ചെയ്താൽ ഹറാമിന്റെ ശിക്ഷയുള്ള ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിന് ദോഷം പൊറുപ്പിക്കുന്ന ഹറം ഷരീഫിലെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിലെ കഅബ ഷരീഫിന്റെ ഉൾഭാഗമാകുന്ന ഹിജ്ർ ഇസ്മായിലിന്റെ സ്വർണ്ണപ്പാത്തിയുടെ താഴ്ഭാഗത്ത് കഅബയുടെ കില്ല പിടിച്ച് മദ്യത്തിന്റെ മാധുര്യം പറയുന്ന മോളെ, നീ ചെയ്യുന്ന ധിക്കാരത്തിന് അതിരില്ലല്ലോ. ഉടനെ ആ പെൺകുട്ടി പറയുന്നത്, ഓ സിദ്ദീഖ്, നിങ്ങൾ എന്നെ മറന്നുപോയോ? ഞാൻ ഒരിക്കലും മദ്യത്തെക്കുറിച്ചല്ല പാടുന്നത്. ഒരു കാലത്ത് മദ്യത്തിന്റെ ലഹരി ഭംഗിയായി ആസ്വദിച്ചവളാണ് ഞാൻ. പക്ഷേ ഞാൻ ഇന്ന് റബ്ബിനോടുള്ള ഇഷ്കിന്റെ മധുരം അനുഭവിക്കുകയാണ്. അല്ലാഹുവിനോടുള്ള ഇഷ്കന്റെ കൽബിലേക്ക് അങ്ങ് കയറി വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹാന്മാര് പാടിയല്ലോ, അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. അതാ അല്ലാഹുവിനോടുള്ള ഇഷ്ടങ്ങ് കൽബിൽ വന്നാൽ പിന്നെ ഉറങ്ങാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ഉറക്കം വരാതിട്ടൊന്ന് ഉറങ്ങിക്കിട്ടാൻ 2-3 മാസം കഴിയുമ്പോ ബോംബെ ഹാജി അലിയിൽ മക്കാമിൽ പോയി കിടക്കും. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഒരൽപ്പം ഉറങ്ങിപ്പോകും. നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാരുടെ സ്വഭാവം അതാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ ബർക്കത്ത് അല്ലാഹു നമ്മുടെ സദസ്സിന് നൽകുമാറാവട്ടെ. ഞാൻ എന്റെ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ആ ഇഷ്കിന്റെ മധുരം അങ്ങ് കൽബിൽ ലയിച്ചു പോയപ്പോ ഞാൻ വല്ലാത്തൊരാനന്ദം അനുഭവിക്കുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സുജി തങ്ങൾ ചോദ്യം, നീ എങ്ങനെയാ എന്നെ അറിയുന്നത്? എനിക്ക് നിന്നെ അറിയില്ലല്ലോ, എന്റെ പേരെവിടെ നിന്ന് കിട്ടി മോളെ? ആ പെൺകുട്ടി പറയുന്നത്, നിങ്ങൾ എന്നെ മറന്നുപോയോ? നല്ല നർത്തം ചവിട്ടി മദ്യപിച്ചു ലക്ക് കെട്ട് കടൽ നടുവിൽ നിന്നിരുന്ന എന്റെ കൽബിന് വെളിച്ചം നൽകിയ നിങ്ങളെ മറക്കാൻ എനിക്ക് കഴിവില്ലല്ലോ. മഹാനായ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, എന്തൊരു ഭംഗിയുള്ള സ്ത്രീയായിരുന്നു അന്ന്, എന്തൊരു ആരോഗ്യമായിരുന്നു, എന്ത് കുലീനയായിരുന്നു, എന്ത് വസ്ത്രത്തിന്റെ പ്രൗഢിയായിരുന്നു. എവിടെ പോയി ആ പെൺകുട്ടിയുടെ പ്രതികരണം? ഞാൻ എന്റെ റബ്ബിനെ അങ്ങ് മഹബത്ത് വെച്ചപ്പോ എന്റെ ശരീരത്തോട് എനിക്ക് വെറുപ്പായി, എന്റെ സമ്പത്തിനോട് എനിക്ക് വെറുപ്പായി, എന്റെ വസ്ത്രത്തോട് എനിക്ക് വെറുപ്പായി, എന്റെ ലോകത്തെ മറ്റെല്ലാറ്റിനെയും ഞാൻ മറന്നു ഞാൻ എന്റെ റബ്ബിനെ മാത്രം മഹബത്ത് വെച്ചു. പക്ഷേ ഞാൻ ദരിദ്രയാണെന്ന് ധരിച്ചു പോവല്ല. ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്, പെട്ടെന്നതാ ബുക്കിട്ടി മറയുകയാണ്. കഅബയുടെ ചാരത്തൊരു സെക്കൻഡ് കൊണ്ട് തിരിച്ചു വരുന്നു. ലോകത്തെവിടെയും ലഭിക്കാത്ത ഭക്ഷണത്തിന്റെ തളിക മുന്നിൽ വെച്ചിട്ട് പറയുന്നു, കുലൂ, നീ കഴിച്ചോ, അതാ ഇൻ ത്വാമി റബ്ബി, റബ്ബ് എനിക്ക് നൽകുന്ന ഭക്ഷണമാണിത്, ആ ഭക്ഷണം സുഖമായി കഴിച്ചോളൂ. ഇതങ്ങ് പറയുന്ന സമയത്ത് മഹാനായ സിദ്ദീഖ് തങ്ങൾ കഅബയിലേക്ക് ചൂണ്ടിയിട്ട് സ്വർണ്ണപ്പാത്തിയുടെ താഴ്ഭാഗത്തുനിന്ന് ചോദിക്കുന്നു, അല്ലാഹ്, പരമാവധി കറാഹത്ത് പോലും ചെയ്യാതെ ദീർഘകാലം ജീവിച്ചിരിക്കുന്ന എനിക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്തൊരു സ്ഥാനത്തേക്ക് 3 വർഷം മുമ്പ് നർത്തകിയായി, വേശ്യയായി, അതാ മദ്യപാനിയായി ജീവിച്ച ഈ സ്ത്രീയെ നീ മാറ്റിയതിന്റെ രഹസ്യം എന്താണ് റബ്ബേ? പടച്ച റബ്ബ് പറയുന്നു, ആ പാവപ്പെട്ട പെൺകുട്ടി ധിക്കാരിയായി ജീവിച്ച ആ സമയത്ത് നിങ്ങൾ ഉപദേശം കേട്ട് കൽബുകൊണ്ട് കരഞ്ഞുകൊണ്ടങ്ങ് ശുദ്ധിയായി എന്നോട് തൗബ ചെയ്തിട്ടുണ്ട്. ആ തൗബ നാവുകൊണ്ടുള്ള തൗബയല്ല, അത് ഹൃദയത്തിന്റെ അന്തരാളത്തിൽ നിന്ന് ആത്മാർത്ഥമായി വന്ന കരച്ചിലാണ്. ആ തൗബ ഞാനങ്ങ് സ്വീകരിച്ചപ്പോ അവരുടെ ആ ആത്മാർത്ഥതയുടെ കടുപ്പം കൊണ്ട് അവരതുവരെ ചെയ്തിരിക്കുന്ന പാപങ്ങൾ മുഴുവനും ഞാനതാ സൽക്കർമ്മമാക്കി വാറ്റിക്കളഞ്ഞു. അതിന്റെ ബറക്കത്ത് കൊണ്ടാണ് ഉയർന്ന സ്ഥാനം ലഭിച്ചതെന്ന് പറയുമ്പോ എന്റെ കൂട്ടുകാരെ, ദുനിയാവിന് വേണ്ടിയായിരിക്കും നമ്മുടെ സദസ്സിലെ ദുആ, ആഖിറം ലക്ഷ്യം വെച്ച് ദുആ ചെയ്യണം. ചെയ്തുപോയ ദോഷങ്ങൾ പൊറുക്കാൻ കരയണം, മഹ്ശറയിൽ രക്ഷപ്പെടാൻ കഴിയണം, ഖബറിന്റെ ഗൗരവം ആലോചിച്ച് കരയണം. അങ്ങനെ നമ്മൾ കരയുമ്പോഴോ അല്ലാഹു നമ്മളെ ദുനിയാവ് ഇങ്ങനെ റെഡിയാക്കി തരും, ദുനിയാവ് ഇങ്ങനെ വൃത്തിയാക്കി തരും. നമ്മളെ ദുന്യവിയായ കാര്യങ്ങൾ മുഴുവനും പടച്ച റബ്ബ് ഏറ്റെടുത്തുകൊള്ളും. അങ്ങനെ ഏറ്റെടുക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു സാധുക്കളായ നമ്മളെ പെടുത്തി തെരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മരത്തിന്റെ ചോട്ടിൽ എത്തിയപ്പോ ആ മരത്തുനിന്ന് ചെറിയൊരു കൊമ്പ് മുറിഞ്ഞ് ഇവന്റെ തലയിലേക്ക് പോയി. എത്ര സൂത്രം നിങ്ങൾ ചിന്തിച്ചോ. ഒരു പോയിന്റ് അപ്പുറത്തോ ഇപ്പുറത്തോ ആണെങ്കിൽ മരിക്കൂല. നേരെ തലയില്ല മരത്തിന്റെ കൊമ്പ് വീണപ്പോ ആ ബൈക്ക് യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരൻ അവിടെ വീണു, അവിടുന്ന് മരിച്ചു. ആശുപത്രിയിൽ എത്തിയിട്ടില്ല. മരണം ഏത് മനുഷ്യനെയും പിടികൂടും. അത് കൃത്യ ടൈമിൽ നിങ്ങൾ ചിന്തിച്ചോ. ആ ബൈക്ക് നേരത്തെ 40 സ്പീഡിൽ പോകുന്നത് 50 സ്പീഡിലാണെങ്കിൽ ഈ മരത്തിന്റെ കൊമ്പ് മുറിയുമ്പോൾ അവൻ അവിടെ ഉണ്ടാവില്ല, കഴിച്ചു പോകും. 40 സ്പീഡിൽ പോലും 30 സ്പീഡിലാണെങ്കിൽ അവിടേക്ക് എത്തൂല. റൂഹിനെ പിടിക്കാനാണ് വന്നത്. അതിന് മാത്രമേ അസ്രായിൽ വരാറുള്ളൂ. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പറയും റബ്ബിലൗലാ ഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്തഖ വഅകും മിനസ് സ്വാലിഹീൻ. ഞാൻ ഇതുവരെ ഉറക്കത്തിലാണ്, എനിക്കല്പവും കൂടി സമയം തരൂ, സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, എനിക്ക് നല്ലവനാകാൻ ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ഒരു ഉണരുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഉണർച്ച കൊണ്ട് ഒരു ഫലമില്ല, ഒരു ഫലവും ചെയ്യില്ല. മറിച്ചോ നേരത്തെ തന്നെ നമുക്ക് കിട്ടാവുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു നിനക്ക് നല്ലത് വരുത്തട്ടെ. റുബ്ബ മജ്ലിസിൻ ഖൈരിൻ ഖദ് അജ്ലസ്തനാ. എത്രയെത്ര ഹൈറായ നല്ല സദസ്സുകളിലാണ് മനുഷ്യ നീ പോയിരുന്നത്. അതുകൊണ്ട് നിന്നെ പിന്തുടരാൻ അല്ലാഹു ഉത്തരവാദപ്പെടുത്തിയ ഞങ്ങൾക്ക് ആ സദസ്സിൽ വരാൻ കഴിഞ്ഞല്ലോ. ജസാക്കല്ലാഹു ഖൈറാ. അല്ലാഹു നിനക്ക് നല്ലത് വരുത്തട്ടെ. ഞങ്ങളെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇനി അനന്തമായ ആകാശലോകത്തേക്ക് പറക്കുകയാണ്. മനുഷ്യാന്ന് പറഞ്ഞിട്ട് റഖീബും മതീദും നമ്മെ വിട്ടു പിരിയുന്നു. മദ്ഹബ് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ, മദ്ഹബ് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ ഞാൻ എന്റെ കൂട്ടുകാർക്ക് മനസ്സിലാകുന്ന ഒരു നല്ല തെളിവ് പറയാം. മദ്ഹബ് വേണോ വേണ്ടേ എന്ന് ഇതൊന്ന് തീരുമാനിക്കാം. ഇവരെന്ത് പറഞ്ഞാലും ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? ഇത് നമ്മളെപ്പോഴും കേൾക്കുന്ന ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ആ ഉണ്ട്, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാൽ ഹദീസിലുണ്ടോ? ഉണ്ട്. എവിടെയാ ഉള്ളത്? ബുഖാരിയിലുണ്ടോ? ആദ്യം ചോദിക്കുക അതാണ്, ബുഖാരിയിലുണ്ടോ? ഹദീസ് എന്ന് പറയുമ്പോൾ ബുഖാരിയിലുണ്ടോ എന്നാ ചോദിക്കാം. പിന്നെ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കും. ബുഖാരി മുസ്ലിമിലുണ്ടോ? ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ ആദ്യം ചോദിക്കുന്ന ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുണ്ടല്ലോ. ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുന്ന സഹീഹുൽ ബുഖാരിയുടെ മുസന്നിഫ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇവര് ശാഫി മദ്ഹബുകാരനാണെന്ന് ഈ വിവരദോഷികൾ അറിയാതെ പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളൊക്കെ ആസ്വാദനത്തിലുള്ളതല്ല.
മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി മാറേണ്ടതുണ്ട്. ആത്മീയമായ അനുഭൂതി സമ്മാനിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ആ പരുപരുത്ത പ്രതലങ്ങളെ മായ്ച്ചു കളയാനും നമ്മുടെ ജീവിതത്തെ മൃദുലപ്പെടുത്താനും സത്യത്തിന്റെ സനാതന മൂല്യങ്ങളിലേക്ക് അടുപ്പിക്കാനും ഇത്തരത്തിലുള്ള മജ്‌ലിസുകളെ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്.